ആക്ച്വലി ഈ ടോപ്പിക്ക് കിട്ടിയപ്പോ ഔട്ട് ഈ ടോപ്പിക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നേരെ പോയിട്ട് റെസ്റ്റോറൻറ്റ് പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്ത്, പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു നിഖിൽ കാമത്തൊരു സീരീസ് ചെയ്തിട്ടുണ്ട്, ഒരു 4 മണിക്കൂറിലെ 3 റെസ്റ്റോറൻറ്റേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്ത്, അവിടെ പോയി എല്ലാ ചാപ്റ്റേഴ്സും നോക്കി. ചാപ്റ്റേഴ്സ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും ടോപ്പിക് എന്താന്ന്. ആ ടോപ്പിക് മൊത്തം ഞാൻ എഴുതിയെടുത്ത് ആൻസർ പറയേണ്ട സലാമിക്കാണല്ലോ. അല്ലടോ, എന്നാ പിന്നെ എനിക്ക് ഇത് വലിയ വലിയ ഇതൊക്കെ കണ്ടിട്ടാ പഠിച്ചിട്ടാ വരുന്നത്. എനിക്ക് എന്നോടൊന്നും ടെൻഷൻ, ഇന്നലെ നിങ്ങൾ പറഞ്ഞൂടായിരുന്നോ? ഭയങ്കര അല്ല, എക്സ്പീരിയൻസ്ഡ് അല്ലേ. അങ്ങനെയല്ല, ഞാനിങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ള ഒന്ന് എന്നോട് പറയാനുമല്ലോ. എനിക്ക് കുറച്ച് ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. സോ വേർ ഐ വിൽ സ്റ്റാർട്ട് ഇസ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കറക്റ്റ് മീ ഫ്രോം, പല ആൾക്കാരും കഫേ തുടങ്ങാം. ഇപ്പം എല്ലാ IT കമ്പനിയിലും അല്ലെങ്കിൽ എല്ലാ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ചായപ്പീടി തുടങ്ങുക അല്ലെങ്കിൽ ഒരു കഫേ തുടങ്ങുക എന്നുള്ളതൊരു ആഗ്രഹം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ കുറേ ഫണ്ടമെൻ്റൽസ് ഉണ്ട്. അതായത് ഇത് ഇത്ര പെർസെൻറ്റേജ് പാടുള്ളൂ, മറ്റെത്ര പെർസെൻറ്റേജ് പാടുള്ളൂ. അല്ലാണ്ട് നമ്മളിവിടെ സ്റ്റാർട്ടപ്പ് അല്ല തുടങ്ങുന്നത്. സ്റ്റാർട്ടപ്പ് പറഞ്ഞാൽ കുറേ ഫണ്ടിങ് എടുത്തിട്ട് അവസാനത്തിൽ 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിക്കോളണമെന്നില്ല, പ്രോഫിറ്റബിൾ ചിലപ്പോൾ ലോസ് മേക്കിംഗ് ആയിരിക്കും. എന്താണ് ഫണ്ടമെൻ്റൽസ്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഒരു കഫേ ബിസിനസ് തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്. അതെന്താ? നിർബന്ധമായിട്ട് ആദ്യം നമ്മൾ അതിനെ പറ്റി നമുക്ക് അറിയണം. ഫുൾ അറിയണമെന്നല്ല, ഒരു 50% എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അത് കണ്ടിട്ട് നമ്മളാരും തുടങ്ങാൻ പോകരുത്. അത് അങ്ങനെ തുടങ്ങുന്നതാണ് ഫെയിലിയർ ആവുക. അതിൻ്റെ അകത്ത് എനിക്ക് നമ്പേഴ്സിൽ പറഞ്ഞു തരുമോ? അതായത് ഞാൻ പറയും, ഇപ്പം ഫുഡ് കോസ്റ്റ് ഇത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഇത്രേ പാടുള്ളൂ, ഇത്ര റെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പെർസെൻറ്റേജിൽ പറഞ്ഞു തരുമോ? അല്ല, ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ പ്രസൻറ്റ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതൊന്നും പറയണ്ട. ഒരു 15 ഐറ്റം, അത് ഏറ്റവും കൂടുതലാണ്. 15 ഐറ്റത്തിൽ കുറയുക മെനു, അത് തന്നെ വിജയിച്ചു. ഈ മൾട്ടി കുസിൻ സംഭവം ഇനിയുള്ള കാലത്ത് അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ലേബർ സെക്ഷൻ ബേസ് എല്ലാ സ്ഥലത്തും പണിക്കാർ വേണം. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഈ പണിക്കാർ ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ബംഗാൾ ഇലക്ഷൻ വന്നപ്പോഴേക്ക് നമ്മളെല്ലാവരും എന്തായി, അടപ്പൊരി. അപ്പോൾ അത് ഞാൻ മാക്സിമം കുറയ്ക്കുക. ഓക്കെ, പക്ഷേ നിങ്ങളിപ്പോൾ 15 എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളെ മെനുവിൽ കുറേ സാധനം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അനുഭവമാണല്ലോ, അനുഭവം ഗുരു. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളെ മെനുവിൽ എത്ര ഐറ്റം ഉണ്ട് ഇപ്പം ജനറലി? അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യക്കാർ പോയ സമയത്ത് മെനു, ഈ 300 ഐറ്റമുള്ള മെനുവിനെ ഞാൻ എന്ത് ചെയ്ത് ഒരു 25ലേക്ക് കൊണ്ടുവന്നു. 25ലേക്ക്. അതിൽ ഇന്ത്യയിൽ 3 ഐറ്റം, അതിൽ പെപ്പർ ചിക്കന്, ബട്ടർ ചിക്കന്, കടായി ചിക്കൻ, 3 ഉള്ളൂ. ചൈനീസിൽ വന്ന് ഫ്രൈഡ് റൈസ് കൊടുക്കൂ, ചില്ലി ചിക്കൻ കൊടുക്കൂ, അതവിടെ നിർത്തി. പിന്നെ മീൽസ് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ബിരിയാണി ഒഴിവാക്കാൻ പറ്റില്ല, അതും നിർത്തി. പൊറോട്ട, പത്തിരി, ചപ്പാത്തി, വെള്ളപ്പം, അത് വേറൊരു ആളെ കാണണം, അതും നിർത്തി. അങ്ങനെ കുറേ ഐറ്റം അങ്ങനെ നിർത്തിയിട്ട് എന്ത് സംഭവിച്ചു? നിർത്തിയിട്ട് സെയിൽസ് ആണല്ലോ അൾട്ടിമേറ്റ്ലി. സെയിൽസ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ജൂൺ വന്നേരം വെക്കേഷൻ കഴിഞ്ഞു. ജൂൺ വെക്കേഷൻ്റെ ക്ഷീണവും പെരുന്നാളിൻ്റെ ക്ഷീണവും എല്ലാ സംഭവം ഒന്നായിട്ട് വന്ന് ജൂൺ മാസം ബാക്കോട്ട് പോയി. പക്ഷെ മെനു കട്ട് ഷോർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സെയിൽസ് കുറഞ്ഞോ കൂടിയോ അല്ലെങ്കിൽ സെയിം ലെവലിൽ നിന്നോ? സെയിം ലെവലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതായത് മെനുവിലല്ല കാര്യം. ഒരു മിനിറ്റ്, മെനു കൂടുന്നതിന് അതിനൊരു ഇത് പറഞ്ഞുതരാം. മെനു കൂടിയാൽ നമ്മൾ മെനു കാർഡ് കൊടുത്ത് ഈ 300 ഐറ്റത്തിൽ നമുക്കൊരു 25 ടേബിളാണുള്ളത് കരുതുക. 25 ടേബിളിൽ ഒരു പീക്ക് ടൈമിലെല്ലാം ഫുള്ളായി. രാത്രി നമ്മൾ മെനു കൊടുത്ത് 25 ഐറ്റം 25 ടേബിളിൽ വന്നാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കട്ടപ്പുകയായിരിക്കും. അതായത് 10 ഐറ്റം ലൈവ് കറക്റ്റ് പോകും, വലിയൊരു താമസമില്ലാതെ. ബാക്കി വരുന്നത് മുഴുവൻ
ഡിലേ ആയിരിക്കും. നിങ്ങളിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ? ഞാനൊരു 37 വർഷം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 37 വർഷം റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും ഹീ സ്റ്റിൽ ലേണിംഗ് ന്യൂ തിങ്സ് എവറി ഡേ. അതാണ് ആക്ച്വലി ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് എത്ര ഈ ഷെയർഡ് ലേണിങ്സ് നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. കാരണം ഇറ്റ് നെവർ സ്റ്റോപ്സ്. ഞാനിപ്പോൾ പഠിക്കുന്നത് എന്താണെന്നറിയാം, ഇത് മെനു കട്ട് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെ തുടങ്ങാം. ഞാൻ എല്ലാവരും അടുത്തു ഞാൻ ഇപ്പം വന്നേരോ ആദ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാ. അപ്പോൾ മെനു കുറഞ്ഞാൽ നമുക്ക് സുഖം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മന്തി എല്ലാവരും ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മന്തിയാണ്. ഈ മന്തി കഴിക്കുന്നവന് ലാഭമാണ്, ഉണ്ടാക്കുന്നവന് ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും മന്തി ഉണ്ടാക്കി അത് സെർവ് ചെയ്യാനും എല്ലാത്തിനും. അതായത് ഒരു ഞാനീ പറഞ്ഞ മാതിരി ഒരു 25 ടേബിളുള്ള റെസ്റ്റോറൻറ്റിൽ 50 പണിക്കാർ അല്ലെങ്കിൽ 40 പണിക്കാർ വേണ്ടെടുത്തിൽ അതേ 25 മറ്റവന് വരുന്ന 15 സ്റ്റാഫ് മാക്സിമം. മാസം വരുന്ന സമയത്ത് എന്തായാലും ഒരു 6 ലക്ഷം റുപ്യ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഒരു 6 ലക്ഷം റുപ്യ കുറയും. അതായത് എത്രത്തോളം മെനു കട്ട് ഷോട്ട് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സ്റ്റാഫും കുറവ് മതി. നമുക്ക് ടെൻഷനില്ല. ഇത് രാവിലെ വന്നിട്ട് ഞാൻ പറയലുണ്ട്, പഴയ കാലത്ത് ഞാൻ സ്കൂൾ പോകുന്ന ഒരനുഭവം എനിക്കുണ്ടായി. സ്കൂൾ പോകുന്നേരോ ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് പോകുന്നേരോ എനിക്ക് രാവിലെ സ്കൂൾ പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ അന്ന് വയറുവേദന എന്ന് പറഞ്ഞു നോക്കും, ഒന്നും കഴിച്ചില്ലാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചില്ല വേണ്ടിയിട്ട് എന്നാലും പിടിച്ച് വണ്ടിയിലിട്ട് സ്കൂൾ കൊണ്ടുപോകും. തിരിച്ച് 4 മണിൻ്റെ ബെല്ലില്ലേ, അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞല്ലോ, വീട്ടിൽ പോകാമല്ലോ. അതേമാതിരിയാണ് ഇപ്പോഴത്തെ റെസ്റ്റോറൻ്റ് അവസ്ഥ. രാവിലെ വരുന്ന എന്ന് പൊറോട്ടക്കാരനുണ്ടാവുമോ മറ്റോനുണ്ടാവുമോ ഈ ടെൻഷനായിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് വരിക. തിരിച്ചിട്ട് ഇത് 12 മണിക്ക് ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഭയങ്കര സമാധാനത്തിൽ ഞാൻ പോവാം. ഇന്നത്തെ കഴിഞ്ഞ് പിന്നെ നാളത്തെ രാവിലെ എഴുന്നേൽക്കുന്ന ആ ടെൻഷൻ എടുത്താൽ മതിയല്ലോ. ഓക്കെ, അത് ക്ലിയറാ. മെനു, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെനു. ഇതേപോലെ ഇപ്പം ഇത്ര പെർസെൻറ്റേജ് ഒന്നും ഉണ്ടാവില്ലേ, നിങ്ങൾ ഫുഡ് കോസ്റ്റ് എത്ര ആയിരിക്കണം? ഇത് ഞാൻ മനസ്സിലാക്കിയത് പലർക്കും അറിയൂല. ഇതിൻ്റെ ഒരു കണക്ക്, ഒരു കോസ്റ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടോ? ഫുഡ് കോസ്റ്റ് ശരിക്കും 45 നിൽക്കണമെന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ 45 അല്ല 55. അപ്പോൾ ഈ നെറ്റ് ഒരു 10 ആയിരിക്കുമല്ലോ കിട്ടുക, അൾട്ടിമേറ്റ് 10 കിട്ടുമോ? ഇപ്പോഴത്തെ ഇതിലില്ല, അത് 45-55 ആകുമ്പോൾ. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് ആ ഒരു മൊത്തം ബ്രേക്ക് ഡൗൺ? നിങ്ങൾ 100% കാണുക വെച്ചാൽ ഫുഡ് കോസ്റ്റ് 45, ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? അതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് ആരോടോ സംസാരിച്ച് കഴിഞ്ഞ റമദാന് മുന്നറിയാം, കോഴിക്കോട്ട് ഏറ്റവും കൂടുതൽ ഇഫ്താറിന് ആൾ വന്ന റെസ്റ്റോറൻറ്റ് പരിവാറിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ആ മാസം ഞാൻ പ്രോഫിറ്റിലല്ല. നോട്ട് ദ പോയിന്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന സ്ഥലമായിട്ടും പ്രോഫിറ്റിലല്ല എന്ന് ആ മാസം ഉണ്ടായത്. അപ്പോൾ ചിന്തിച്ചറിയാമല്ലോ, ബാക്കി ഞാൻ അതിൻ്റെ കണക്ക് വരെയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽസ് വളരെ ക്ലിയർ ആക്കിയിട്ട് വേണം തുടങ്ങാൻ. അത് ക്ലിയർ അല്ലേ? ഇത് ശരിക്കും നോക്കണം. ഇതാരും നോക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഈ ലൊക്കേഷൻ സെലക്ഷൻ, ഓക്കെ, ഇത് ഓൺലൈനിലും ഓഫ്ലൈനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, ലൊക്കേഷൻ സെലക്ഷനിൽ എന്താ പറയാനല്ലേ? ഒരു 35% വാക്കിംഗ് കസ്റ്റമർ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ ആ സംഭവം വിജയിക്കും, അത് സംശയം വേണ്ട. അല്ലാതെ നമ്മളിപ്പോൾ കാറെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ബൈക്കിലോ വരുന്നൊരു ആ ഒരു ക്രൗഡില്ല, അതിൻ്റെ കൂടെ ഒരു 65% അതും 35% ആൾ നടന്നു വരുന്നത്, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ബസ് സ്റ്റാൻഡാകുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമുള്ള സ്ഥലത്താണെങ്കിൽ അതൊരു വൻ വിജയമായിരിക്കും. ഓക്കെ, വാക്കിൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടന്നു വരുന്ന ആളെയാണ്. യെസ്, അടിപൊളി. അതുകൊണ്ടാണ് നിങ്ങൾ പരിവാർ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് അല്ല എല്ലാ ഫ്ലാറ്റിൻ്റെ ഇടയിൽ അല്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കസ്റ്റമറില്ല അവിടെ. ഓക്കെ, ഫൈൻ. ഇനി ഒരു കാഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇത്ര കൊല്ലം
അല്ലെങ്കിൽ ഇത്ര മാസം അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു എന്താ പറയുക, ഇത്ര കാലം കൊണ്ട് ഇത് ആവണം. എൻ്റെ അനുഭവത്തിലില്ല. അതായത് ഇതിൽ 3 വർഷം എന്തായാലും മസ്റ്റാണ്. 3 വർഷം 3 വർഷം അതിൽ ബ്രേക്ക് ഈവൺ ആവാൻ. അതെ 3 വർഷം എന്ന് പറഞ്ഞാൽ അതിൽ ആ 3 വർഷം കൊണ്ടും ചിലപ്പോൾ അത് പൂട്ടാനും സാധ്യതയുണ്ട്. സക്സസ് പൂട്ടാൻ സാധ്യതയുണ്ട് ആ 3 വർഷം കൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 വർഷം 1.5 വർഷം ആകുമ്പോഴേക്ക് നമുക്ക് ചടയ്ക്കും. ഇതിങ്ങനെ നമുക്ക് ലാഭമില്ലാതെ അധ്വാനിച്ചിട്ട് ഒരു ചടപ്പ് വരുമല്ലോ. ശരിക്കും 2.5 വർഷം 3 വർഷം ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും. പക്ഷെ അതുവരെ നമ്മളങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ ആ ചടപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാതാവും, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതാവും. ആ ശ്രദ്ധ കുറയുന്നതിനനുസരിച്ച് നമുക്ക് ബിസിനസ് കുറയും. അപ്പം പൂട്ടുന്നതിന് സ്പീഡ് കൂടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. 3 വർഷമെങ്കിലും മിനിമം എടുക്കും ഒന്നൊന്ന് സെറ്റായി വരാൻ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ആ പോഡ്കാസ്റ്റ് ഉണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നോവേറ്റീവ് മോണിറ്റൈസേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഫുഡ് വിൽക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ടേബിൾ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെനുവിൽ നിങ്ങൾ പെപ്സിൻ്റെ ലോഗോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടും. അങ്ങനെ വല്ലതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വേറെ ടൈപ്പ് ഓഫ് മോണിറ്റൈസേഷൻ? ഇല്ല. ഓക്കെ, ഇവിടെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ആരും ട്രൈ ചെയ്തിട്ടില്ല. ടി വി വെച്ചിട്ട് ഇപ്പം ഇവിടെ ഒരു ടീമുണ്ട്. അപ്പോൾ ഒരു ടീമുണ്ട്, അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ അത് ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത്, ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ടി വി സ്വന്തം വെച്ചുകൊണ്ട് എനിക്ക് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് യെസ് പറഞ്ഞില്ല. ഓക്കെ, എനിക്കൊന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ സാധനം നടക്കും. കാരണം ടി വി ഇട്ട്, പക്ഷെ ബാക്കിയുള്ള ആഡ്സ് റൺ ചെയ്യാൻ അവരുടെ അടുത്തല്ലേ ഇൻവെന്ററി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ദുബായിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആട്ടോ. അതായത് എല്ലാവരും പൈസ തരും ഫോർ ദം ടു ഗെറ്റ് എ സ്പേസ് ഇൻസൈഡ് യുവർ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളെ അടുത്ത സാധനം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പറയാനില്ല? എന്താണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സലാംക്ക ഭയങ്കര ഇപ്പം മിന്നുണ്ടാക്കിയ പോലത്തെ ഒരു കമ്മ്യൂണിറ്റി സലാംക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ ക്ലിയർ ആണ്. അതെങ്ങനെ പരിവാർ കമ്മ്യൂണിറ്റി അതെങ്ങനെയാ? അതിനെ ഞാൻ ചോദിക്കും, എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നേ? അതായത് അവിടെ എല്ലാവരും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മളൊരു തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴത്തെ ന്യൂജൻ ആളുകൾ ഇത് തുടങ്ങും, പിന്നെ അവരതിൻ്റെ പിറകിലുണ്ടാവില്ല, അതിൻ്റെ ബയ്യേക്ക് പോലും വരും. അതായത് ഞാൻ ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ വരുന്ന ആളുകളെ ഒരു മിനിമം ഒരു 10 ആളുകളെ ദിവസം ഞാൻ പരിചയപ്പെടും, മിനിമം. അപ്പം ഞാനത് കണക്കൂട്ടുന്നതെന്ന് വെച്ചാൽ മാസം 300, കൊല്ലത്തിൽ 3600. ഈ എഴുതി വെക്കേണ്ട സാധനം കേട്ടോ പറയുന്നത്. 3600 ഒരു കൊല്ലം, 3 കൊല്ലം കൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു, ചിലപ്പോൾ ഈ കസ്റ്റമർ 10500. അടിപൊളി. 3 കൊല്ലം കൊണ്ട് 10500 ആൾക്കാരെ സ്വന്തക്കാരാക്കും, പരിചയപ്പെടും. ഈ പരിചയപ്പെടുന്നോണ്ട് അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ കസ്റ്റമർ തിരിച്ചു വരുന്നത്. അപ്പോൾ കോഴിക്കോട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഓരോ മനസ്സിൽ നമ്മൾ തോന്നും, ഒരു ഡൗട്ടുമില്ല. അത് ഇപ്പോഴുള്ള ആളുകൾക്ക് അതില്ല. അവർ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, ഒരു നമ്മളെ ബാക്ക് സൈഡിൽ നിന്ന്, ഞാനൊക്കെ എൻ്റെ പ്രായത്തിൽ ബാക്ക് സൈഡിൽ എന്ന് പറഞ്ഞാൽ കിച്ചണാണ്, ബാക്ക് സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും ബാക്കാ, ഇതിനുള്ളിൽ കയറൂല, പുറത്തു നിന്നിട്ടാണ് മാനേജ് ചെയ്യുക. അത് എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇനിയിപ്പോൾ ഫുഡ് മോശമാണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ മുന്നിൽ കൂടെ വെറുതെ ഒന്ന് കയറി സലാംക്കനെ കണ്ടുപോവാം അല്ലേ? ഷാനെ അത് ഇന്റെ കാര്യം എന്നല്ല, എല്ലാവർക്കും ഫോളോ ചെയ്താൽ നല്ലതാ. എല്ലാവരും ഫോളോ ചെയ്യണം. എന്താണെന്നറിയോ, നമ്മൾ ചിരിയില്ലേ, ചിരിക്കുക, ആ ചിരിക്കുന്ന ചിലപ്പം നമ്മളൊരാൾ ചീത്ത പറയാൻ വരുന്ന ആ ഒരു മൂഡിൽ വരുന്ന ആളെ നമ്മളവനോട് ചിരിച്ചാൽ ചില ഒരു 90% ആൾക്കാരും എങ്ങനെയാണ് ചീത്ത പറയാ, ചീത്ത അറിയില്ല. ഈ ഒരൊറ്റ നിങ്ങൾ പറഞ്ഞില്ലേ 10500. പിന്നെ ഞാനൊക്കെ
അവിടെ കസ്റ്റമർ ഉടനെ കയ്യും നടക്കൂല, ജസ്റ്റ് ബിക്കോസ് ഓഫ് യു. അപ്പൊ അല്ലേ? 1500 നിൽക്കൂല. ഐ മീൻസ് ഇതൊക്കെ ഞാൻ പൈസ വാങ്ങിക്കാൻ ഇത് എവിടെ എത്തിപ്പോയാനെ, ഞാൻ അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ സലാംക്ക ചിരിച്ച് ശാനെ എന്തൊക്കെ വിശേഷം തോളിലൊക്കെ കൈയിട്ട് ആ ഒരു സന്തോഷമാണ്. വെറുതെ ആൾ വരുമ്പോഴും ഞാൻ ഒരു സലാംക്കര എടുത്തു, പിന്നെ നമുക്കൊരു കമ്മിയും കിട്ടും. സലാംക്ക നമുക്ക് ഓണർ അറിയാം. എനിവേസ് അപ്പോൾ അത് കാരണമാണ് ഞാനും ഇന്നൊക്കെ എത്രയോ എനിക്കൊന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല മാർക്കറ്റിംഗ് ചെയ്യും, ബാക്കിയൊക്കെ തന്നെ തന്നെ സംഭവം. അതിന് വേറെ കാര്യമുണ്ട്. ഞാനിതിന് ഏറ്റവും പിറകിലുള്ള ഒരാളായിരുന്നു. ഇനി അത് പഠിപ്പിച്ചാരറിയോ? പ്രേമില് വരാം. ഇങ്ങോട്ട് വാ. ഇവനാണ് എന്നെ പഠിപ്പിച്ചത്. ഇവനാണ് അവൻ, ഇവനാണ് അത് ചെയ്തത്. ഇവനായിട്ട് വാങ്ങിയത് ഇവനാണ് എന്നെ പഠിപ്പിച്ചത്. മറ്റേത് ഞാൻ നിങ്ങളെ ഇപ്പൊ എത്ര ആള് ഇരിക്കുന്നില്ലേ, ഈ ആളെ ഞാൻ ഫേസ് ചെയ്യൂലായിരുന്നു, എനിക്ക് കയ്യിലായിരുന്നു. ഞാൻ നോക്കുമ്പോ പിന്നെ ആള് പാനൽ ഡിസ്കഷന് അങ്ങനത്തെ എല്ലാ പരിപാടിക്കും ആള് പോവാ. എന്റെ ഫാമിലി വന്നിട്ടുണ്ട്. എടാ ഓരോ ആത്തേക്ക് ഞങ്ങളെ മോനെ പറ്റി കൊറേ പറയുന്നുണ്ട്, ഞങ്ങള് കേട്ടോളി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് സലാംഖന്റെ തല എവിടെ കണ്ടാലും 1 million ആണ്. വെറുതെ മൂപ്പര് സത്യോ സലാംഖന്റെ തല ഇങ്ങനെ മുന്നേ കണ്ട 1 million വീഡിയോ ആണ്. മാഷാല്ലാ, എനിക്ക് വേറെ ഇതിൽ പരം വേറെ എന്താ വേണം. പിന്നെ ആക്കിയതോനാ. പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു പോസ്റ്ററിലൊക്കെ സലാംഖ പാനൽ ഡിസ്കഷൻ KSF സ്റ്റാർട്ടപ്പ് നിന്നിട്ടില്ല എല്ലാ ഫെസ്റ്റിനും തുടക്കോനാ. ആയിക്കോട്ടെ. അങ്ങനെ അതാണ് കേട്ടോ കമ്മ്യൂണിറ്റി. ദാറ്റ് ഇസ് ഹൗ കമ്മ്യൂണിറ്റീസ് വർക്ക്. ഇപ്പം പിന്നെ അല്ല, അത് കമ്മ്യൂണിറ്റിന് മുമ്പാ. മീൻസ് ആ കമ്മ്യൂണിറ്റി നമ്പർ അവൻ പുഷ് ചെയ്യാണ്. നിങ്ങളെ അടുത്തല്ലേ ഇപ്പൊ സജാദ് അവിടെ ഇരിക്കുന്നുണ്ട്, BNI. അതിൻ്റെ അകത്ത് ഒരൊറ്റ സാധനമേ പറയുള്ളൂ, ഗിവേഴ്സ് ഗെയിൻ അല്ലേ, കൊടുത്തോണ്ടേ ഇരിക്കുക അല്ലേ. പക്ഷെ മൂപ്പരതൊക്കെ വേറെ റേഞ്ചാ. നമ്മൾ തല്ലുമാതിരിയല്ല. ഓക്കെ, സോ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ കുറിച്ച് പഠിച്ചു. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും കേട്ടോ. ഇഫ് യു ഹാവ് ദ റൈറ്റ് കണക്ട്സ്, റെസ്റ്റ് എവറിത്തിങ് വർക്ക്സ് ഔട്ട്. നമ്മളെ ഫേസ് ആളുകൾ പരിചയപ്പെടണ്ടേ? ആ ഫേസ് പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം എന്താ? സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ചിലപ്പോൾ ആ ഇട്ടാവട്ടത്തിരുന്ന് കളിക്കുന്നത് നമുക്ക് ചിലപ്പം ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നമ്മൾ ഒരു കാലത്തും അറിയില്ല ഇഫ് യു ആർ നോട്ട് ഓൺ സോഷ്യൽ മീഡിയ. ആൾക്കാർ ഫുൾ ടൈം ഇപ്പം നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി. ഇപ്പോഴും നിങ്ങൾ ബോറടിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? നേരെ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ തുറന്ന് ഒന്ന് സ്ക്രോൾ ചെയ്യും, ഒരു സമാധാനം കിട്ടും. പിന്നെ സമാധാനമല്ല, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നവരെ നമ്മളെല്ലാവരും റീല് സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ഇങ്ങനെ വെറുതെ നോക്കി പോവില്ലേ? പക്ഷെ ആ നീക്കുന്നത് നമ്മൾ ഏതാണോ ഫീൽഡ്, ആ ഫീൽഡ് സെർച്ച് ചെയ്തിട്ടൊന്ന് നീക്കി നോക്കുക. കറക്റ്റ്. അല്ലാതെ പല സംഭവവും നമ്മൾ കാണുന്നുണ്ട്, പല സംഭവവും കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ റെസ്റ്റോറൻ്റ് ആണ്, അതല്ലെങ്കിൽ മറ്റ് പല മേഖലയിലുള്ള ആളുകളുണ്ട്, ആ മേഖല വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ പഠിക്കാൻ ഏറ്റവും നല്ല ആ റീൽസാണ്. ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി റെസ്റ്റോറൻറ്റ് വെച്ചാൽ റെസ്റ്റോറൻറ്റ് എന്ന് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് വരുന്ന റീലൊക്കെ അതേപോലെ. ഇപ്പം എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അൽഗോരിതം നമുക്ക് തന്നെ പറയാം, നിങ്ങൾക്ക് ഇന്ന സാധനം കാണിച്ചാൽ മതിയെന്ന്. ഒരു കാലത്ത് സ്റ്റോപ്പ് ചെയ്യും. എന്ത് കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾക്ക് പഠിക്കാനും വളരാനും തളരാനും രണ്ട് സോഷ്യൽ മീഡിയ മതി. ഓക്കെ, ഇനി നമുക്ക് അഗ്രിഗേറ്റേഴ്സിലേക്ക് വരാം. സൊമാറ്റോ, സ്വിഗ്ഗി, പൊട്ടാഫോ ഇതാണല്ലോ ഇവിടുത്തെ പ്ലേയേഴ്സ്. എത്ര % ഓഫ് ദ ടോട്ടൽ ബിസിനസ് അവർ ത്രൂ ആണ്? എന്താണ് നിങ്ങളൊരു അവിടെ അല്ല അതല്ലേ ഞാനതിന് ഇപ്പോൾ നമ്മൾ കോവിഡിലാണ് കോഴിക്കോട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത്ര പൊന്തി വരുന്നത്. പക്ഷെ അതിൽ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയില്ല. കോവിഡിൽ ആകെ 1-2 റെസ്റ്റോറൻറ്റിന് മാത്രമേ കിട്ടിയുള്ളൂ. അത് അന്ന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഈ പൊട്ടാഫോ വന്നു, അതിൻ്റെ കൂടെ സ്വിഗ്ഗി വന്ന സമയത്ത് സ്വിഗ്ഗി
വരരുത് എന്നുള്ള ഒരു മൂടുള്ള ആൾക്കാർ അങ്ങനെ എല്ലാം കൂടി ആയിട്ടാണ് അന്ന്. പക്ഷേ ആ സമയത്ത് സ്വിഗ്ഗി സൊമാറ്റോ കുറഞ്ഞ ആളുകൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ബിസിനസ് ചെയ്തു. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ അന്ന് ചെയ്തിരുന്ന അതിന് മുമ്പ് ചെയ്തിരുന്ന ബിസിനസ്സിൻ്റെ ഒരു 50-75% ബിസിനസ് ഒരു ചെയ്തു. അതും അന്ന് കമ്മീഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഗ്രൗണ്ട് കിട്ടണമല്ലോ, അതിന് ഏറ്റവും അവർക്കൊന്നും കിട്ടാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് 9% ഏറ്റവും വെച്ച് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തായെന്ന് വെച്ചാൽ ഇപ്പോൾ ആര് ഓൺലൈൻ ചെയ്താലും ഞാൻ അതിനോട് കുറ്റപ്പെടുത്തുകയല്ല, ഒരു 25% മുകളിൽ കമ്മീഷൻ കൊടുത്തിട്ട് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് കിട്ടിയിട്ടല്ലേ അതിൽ കൊടുക്കേണ്ടേ ഉള്ളൂ. Correct. അല്ലാതെ നമുക്ക് കിട്ടാതെ നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ഓൺലൈൻ സ്വിഗ്ഗിയോ സൊമാറ്റോ ഇനി ഏതായാലും നമ്മൾ ബിസിനസ് ചെയ്യുന്നിട്ട് എന്താ കാര്യം? ഞാനൊരു അഭിപ്രായത്തിന് നിൽക്കുന്നവനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഓഫ്ലൈനിലുള്ള പ്രോഫിറ്റ് എടുത്തിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കണ അവസ്ഥ ഉണ്ട്. അതല്ലാതെ അതിനൊരു കാരണം പറഞ്ഞുതരാം. നിങ്ങൾ ആരും സെർച്ച് ചെയ്യാതെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമോ? സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും അതിൽ നോക്കൂലേ പ്രൈസിങ്? എനിക്ക് 15% കമ്മീഷൻ കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് കോഴിക്കോട്ട്. 30 കൊടുക്കുന്നവരുണ്ട്. 30 കൊടുക്കുന്നവനവൻ്റെ 100 ഉറുപ്പ്യൻ്റെ സാധനത്തിൽ ആ 30 കമ്മീഷന് ഓൻ്റെ 70 ഉറുപ്പ്യ 70-30 ആക്കിയിട്ട് കൊടുക്കാൻ ആരും നിൽക്കുമോ? നിൽക്കൂല. പിന്നെന്ത് ചെയ്യണം? പ്രൈസിൽ കൂട്ടണം. കൂട്ടിയാൽ ഇത് സെർച്ച് ചെയ്യുന്നവരും കുറഞ്ഞെടുത്തിന്ന് ആൾക്കാർ വാങ്ങിക്കോളൂ. നമ്മളിത് വാങ്ങൂല. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് എല്ലാ സ്ഥലത്തും നല്ല ഫുഡാണ്, എവിടെയും മോശമല്ലല്ലോ. അപ്പം നമ്മളത് ഒരു സ്ഥലത്തു നിന്ന് 30 ഉറുപ്പ്യ 40 ഉറുപ്പ്യ മറ്റേ ഒരു ഡിഷിന് കൂട്ടി വാങ്ങിക്കണമെങ്കിൽ ആൾക്കാർ പ്രത്യേകിച്ച് പൈസ നോക്കിയിട്ടല്ലേ വാങ്ങിക്കും. അപ്പോൾ അത് അപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ? എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഞാൻ കാണുന്നത്? ബംഗാൾ ഇലക്ഷൻ മുതൽ ഞാൻ ഓൺലൈന് ഷവർമ കൊടുക്കുന്നുണ്ട്, ബിരിയാണി കൊടുക്കും. ഇത് രണ്ടും നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പൊറോട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒരു ഫോളോയിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സ്വന്തം ആപ്പിനെ കുറിച്ച് ആലോചിക്കുന്നില്ല? ഞാനതെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? അല്ല, ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഷാനിപ്പോൾ എന്നോട് ചോദിച്ചല്ലോ, അന്നേരമാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി ഗഹനമായിട്ട് ആലോചിക്കുന്നത്. കയറിയത്. അതുകൊണ്ടാണ്. അത് കാരണം എന്താ പറയുക, ഇപ്പം ഞാനത് ചോദിക്കാനുള്ള കാരണം, ഇപ്പം നിങ്ങളാണെങ്കിലും സജാദ് ഭായ് ആണെങ്കിലും ഒക്കെ ഫാൻ ബേസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബിക്കോസ് ഓഫ് യുവർ സ്വതസിദ്ധമായ ശൈലി കാരണമാണ് അത് ഉണ്ടാവുന്നത്. ഈ ഫാൻ ബേസ് നിങ്ങൾക്ക് ഈസിലി, ഇപ്പം എൻ്റെ കേസ് പറഞ്ഞുതരാം. ഞങ്ങളെ റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ താമസിക്കുന്നത്. സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഓർഡർ ചെയ്താൽ 30-40% കൂടുതലായിരിക്കും നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നെങ്കിൽ നിങ്ങളെ വിളിച്ചു പറയും സാധനം റെഡിയാക്കി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ടഫാണ്. ആസ് എ കസ്റ്റമർ എനിക്ക് നിങ്ങളെ വിളിച്ചു പറഞ്ഞ് അത് ചിലപ്പം സാധനം മാറിപ്പോവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പം പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി കിട്ടില്ല. മറ്റേതാകുമ്പോൾ തെറ്റാനില്ല ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല. ഞങ്ങൾ ഓൾറെഡി കൺവീനിയൻ്റ് ആണ്. കസ്റ്റമറെ അടുത്ത് തെറ്റോ? നമ്മളടുത്ത് തെറ്റൂല. നിങ്ങളടുത്ത് ഒരിക്കലും തെറ്റൂല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ വരും. നിങ്ങളടുത്ത് ഓൾറെഡി നിങ്ങൾ ഡെലിവറി ഫ്ലീറ്റ് സ്വന്തമായിട്ടുണ്ടോ? സ്വന്തം ഡെലിവറി ടീമില്ലേ? ഡെലിവറി ചെറുങ്ങനെയുള്ളൂ. ചെറുങ്ങനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോടും ബാക്കിയുള്ളവരോടും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾ കാര്യമായിട്ട് സാഗറിലായിരുന്നല്ലോ നിങ്ങൾ വളർന്നത്. സാഗറിൽ ഇപ്പോഴും എഴുത്തും ഇതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബില്ലിങ് അല്ല. ഓക്കെ. നിങ്ങൾ ആ പേഡ് പൂജ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ അകത്തേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ആയി? നിങ്ങൾ ആ സമയത്ത് സാഗറിൽ പേഡ് പൂജ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. സാഗറിൽ പെറ്റ് പൂജ സാഗറിൽ വരുന്നത് കണ്ണങ്കണ്ടിയിലുള്ള സാഗറിലാണ്. മറ്റിടത്തിൽ വേറെ ഒരു ലോക്കൽ സോഫ്റ്റ്വെയർ ആയിരുന്നു. ഓക്കെ. അതിന് മീൻസ് അത് ഒരു മൈഗ്രേഷനാണ്. ഇത്രയും കാലം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതന്നെയല്ലേ ആ ടൈപ്പ് ചെയ്യുന്ന സാധനം എഴുതുകയെന്ന് പറഞ്ഞാൽ എഴുതാണ്. എങ്ങനെ അതിൻ്റെ അകത്തേക്ക് എത്തി? എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാം അത് പേഡ് പൂജയിലേക്ക് എത്തി? കാരണം പേഡ് പൂജ എന്നിട്ട് അതിൻ്റെ ഏറ്റവും എങ്ങനെയാണെന്നുള്ള എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക്
മനസ്സിലില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് മാറിയത്. അതായത് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. സാഗർ ആ സമയത്ത് ഒരു ഏകദേശം ഒരു 1200 മീൽസ് പോവും ഡെയിലി ഉച്ചക്ക്. ഉച്ചക്ക് മാത്രം. ഓക്കെ. അപ്പോൾ അതിന് ഫാർലോ എങ്ങനെ കണക്കാക്കുന്നത്? അന്ന് ഫാർലോ പറയാ ഒരാളിരുന്നാൽ ഫാർലോ ഫാദറിലോ ഫാദറിൻലോ. ഓക്കെ ഓക്കെ. ഞാൻ ഫാർലോ പുതിയ ടേം. ഫാദറിൻലോ ഞാൻ എൻ്റെ സ്ലാങ്ങിലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പറയുക വെച്ചാൽ ഒരാൾ ഇരുന്നാൽ അത് ആൾക്ക് വെള്ളം വെക്കുക, ഗ്ലാസ് വെക്കുക, അത് ഫസ്റ്റ് മിനിറ്റ് ചെയ്യണം. ഓർഡർ എടുക്കലോ അല്ലെങ്കിൽ അവിടെ സമയം പോവും. എന്നിട്ടോ 5 മിനിറ്റിൻ്റെ ഇടക്ക് ഓന് ചോറ് കെട്ടിക്കോളും. സെറ്റ് അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ മൂപ്പരെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഓൻ കഴിച്ച് ഇറക്കി വിടണം. അപ്പോൾ ഇത് വരുന്നേരോ സാധനം അതെയാണത്. നമ്മുടെ കോർട്ടിൽ സെമീർ ഭായ് ഉണ്ട്. സെമീർ ഭായ് വരുന്ന വെച്ചാല് ഒരു ഓണർ ഇങ്ങനെ നടക്കുമ്പോ കസ്റ്റമറെ മുന്നിൽ ഗ്ലാസും വെള്ളവും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള സ്റ്റാഫ് ഇയാളെ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഉച്ചക്ക് ഒരു 12 മണി മുതൽ ഒരു 4 മണി വരെയാണ് നമ്മളൊരു പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ വെക്കുക. അതിൽ അരമണിക്കൂറാണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഈ 4 മണിക്കൂർ 8 അല്ലേ? അങ്ങനെയല്ലേ വരിക? 4 മണിക്കൂർ സംഭവം 8 കസ്റ്റമർ. അത് 15 മിനിറ്റ് ആവുന്നേരോ കണക്കിൽ ഞാൻ വീക്ക. 15 മിനിറ്റിൽ ഒരാൾ പോയാൽ 1 മണിക്കൂറിൽ 4 കസ്റ്റമറായി. മറ്റേത് 1 മണിക്കൂറിൽ 2 കസ്റ്റമറേ ഉണ്ടാവും. ഒരു ടേബിളിൽ ഒരു സീറ്റിന്റെ കാര്യമാണ്. ഒരു സീറ്റിന്റെ കാര്യം. ഓക്കെ, ഇപ്പം മനസ്സിലായി. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് കൊടുക്കണം, ഇതാക്കണം. പിന്നെ ബില്ലിൻ്റെ ആണല്ലോ ചോദിച്ചത്. ഈ ബില്ല് ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുക. അതൊക്കെ ഫണ്ടമെന്റൽസിന്റെ ഭാഗമാട്ടോ. ഒരാൾ ആ ടേബിളിൽ വന്നിരുന്ന് ആ സീറ്റ് ഓക്യുപ്പൈഡ് ആയി. ഓക്കെ, ഇനി എത്രയും പെട്ടെന്ന് ആ ആളെ നമുക്ക് പറഞ്ഞു വിടണോ? രണ്ടാമത്തെ ഇപ്പോഴത്തെ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴുള്ള സമയത്ത് അങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല. കഴിയാത്തതെന്ന് പറഞ്ഞാൽ അന്നുള്ള പണിക്കാരൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കരുത്. നമ്മൾ പറയുന്ന കാര്യം അതേമാതിരി അനുസരിച്ച് ചെയ്യായിരുന്നു. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇനി എങ്ങനെ പറഞ്ഞാലും ചെയ്യില്ല. ഇനി അധികം എന്തെങ്കിലും പറഞ്ഞാലോ പിറ്റേന്ന് രാവിലെ അവൻ ഉണ്ടാവില്ല. പിന്നെ ബില്ല് എഴുതുന്നത് ഇത്ര 600 അയക്കോറ ഫ്രൈ ചിന്തിക്കാൻ കഴിയുക. 600 അയക്കോറ ഫ്രൈ വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെന്താന്ന് പറഞ്ഞാൽ മൊത്തം 4 ബില്ലാണ് ഒരു ഷീറ്റിലുണ്ടാവുക. കാർബൺ വെക്കണം. ഈ 15 മിനിറ്റിൽ എഴുന്നേറ്റ് പോകുന്നവനെ ആ ഫുള്ള് ടേബിളിലും ഏകദേശം 300 സീറ്റിൻ്റെ അടുത്തുണ്ട്. അത് താഴെ മുകളിലത്തെ മാത്രം എഴുതുകയാണെങ്കിൽ ഓരോ ആൾക്കാരും വന്ന് പറയുന്നവരെ ഇത് എഴുതണം. 2, 3, 4 ഐറ്റം ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റർ എടുക്കാനും പറ്റില്ല. 3 ചോറാണെങ്കിൽ 3 ചോറിൻ്റെ എഴുതുക, 4 മീൻ പൊരിച്ചാണെങ്കിൽ 4 എഴുതി ഒരു സെക്കൻഡ് കൊണ്ട് അത് എഴുതി കൂട്ടി കൊടുക്കണം. അത് അതൊരു മാറ്റാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതെന്നാണ് മറ്റേർക്ക് പോയത്. ഇത് എനിക്ക് പറയാനില്ല. ഇവിടെ ടെക് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ഓരോ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക, അത് സംസാരിക്കുക. അല്ലാണ്ട് നിങ്ങളെ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചർ ആർക്കും വേണ്ട. ആ പ്രോബ്ലം മൂപ്പര് പറഞ്ഞപ്പോൾ തന്നെ എനിക്കെന്നെ ടെൻഷനായി. കാരണം ഇത്രയും സാധനം എഴുതി കൂട്ടുക ഈസി അല്ല. പക്ഷേ അന്ന് അത് കൂട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഹോട്ടലിൽ മൂപ്പരൊരു സ്വഭാവം എന്തായിരുന്നു വെച്ചാൽ ഹോട്ടലിൽ കയറിയാൽ ഞാനൊരു പണിക്കാരനാണ്, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ പുതിയാപ്പിളാണ്. അവിടുന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു പണിക്കാരനോട് എങ്ങനെയാണോ അതേമാതിരിയാണ്. ഈ ബില്ല് എഴുതുന്നത് സ്ലോ ആയിട്ട് ഏതെങ്കിലും ഒരു പണിക്കാരന് എന്താ ബില്ല് ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബില്ല് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൂപ്പര് സംഭവിക്കില്ല. കസ്റ്റമർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബില്ല് കൊടുക്കണം. അപ്പോൾ ആ ബില്ല് കൊടുക്കാത്ത എന്തുകൊണ്ട് തന്നെ ആരും കിട്ടിയില്ല എന്നാ പറയുക. കിട്ടിയില്ലെങ്കിൽ ധാര എഴുതുന്നത് ഞാനാ, ഇവിടെ വിടില്ല. അപ്പം തന്നെ കിട്ടും. ഓക്കെ,
ഇനി 2 സാധനം കൂടെ കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ടു ദ ഓഡിയൻസ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഹോട്ടൽ നടത്തുമ്പോൾ ഈ വേസ്റ്റേജ് ഭയങ്കര പ്രശ്നമാണല്ലോ. അവിടെ വേസ്റ്റേജ് ആപ്പുകാരൊക്കെ ഇരിക്കുന്നുണ്ട്. എത്ര % ഫുഡാണ് വേസ്റ്റ് ആവൂ? അതാണ് ഫസ്റ്റ് ചോദ്യം. അതിൽ എന്തൊരു കാൽക്കുലേഷൻ ആണല്ലോ. ഓരോ തിങ്കൾ മുതൽ ഞായർ വരെ നമ്മൾ ഒരു പുതിയ തുടങ്ങുന്നവരല്ല, ഒരു 6 മാസം കഴിയുന്നേരം തന്നെ നമുക്ക് ഐഡിയ കിട്ടും. തിങ്കളാഴ്ചത്തേക്ക് ഇത്ര, ചൊവ്വ ഇത്ര, ബുധൻ ഇത്ര കുറയും, അല്ലെ വ്യാഴം കൂടും, വെള്ളി വീക്കെൻഡിൽ, വെള്ളി ശനി ഞായർ, വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാ കഴിഞ്ഞിട്ട് എത്ര വരും, അങ്ങനെ നമുക്ക് വെക്കാൻ. ഈ ചില ദിവസവും നമ്മൾ എങ്ങനെ ആലോചിച്ചാലോ എന്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിലും ചില ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത നമ്മുടെ മനസ്സിലില്ലാതിരുന്നാൽ അന്ന് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഉണ്ടാക്കുന്ന മാതിരിയാണ്. ഞാൻ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കും. ശനിയാഴ്ച അന്ന് വേറെ എന്തെങ്കിലും ആളുകൾക്ക് വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ കല്യാണം കൂടുതലുള്ള ദിവസവും റെസ്റ്റോറൻറ്റ് കച്ചവടം കുറയും. അതായത് കല്യാണം എങ്ങനെ കൂടുതലെന്ന് വെച്ചാൽ, നാട്ടിൽ ചില ദിവസങ്ങളിൽ ഓരോ സ്ഥലത്തും തന്നെ 3-4 കല്യാണങ്ങൾ, കേരളം മൊത്തം കല്യാണമുള്ള അന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണത്തെ ശനിയാഴ്ചൻ്റെ മാതിരി സാധനം ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റമർ ഉണ്ടാവില്ല, എല്ലാവർക്കും കല്യാണമായിരിക്കും. അന്ന് നമ്മൾ സാധനം വേസ്റ്റ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം നോക്കി ഉണ്ടാക്കും. എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് മാസങ്ങൾക്ക് എത്ര വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്? എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളാൻ നിർബന്ധമല്ല, പക്ഷെ എത്ര % ടോട്ടൽ ഒരു കൊല്ലം എടുക്കുകയാണെങ്കിൽ ഒരു മാസം? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കണത് നന്നായിരിക്കും. വേസ്റ്റേജ് ഉണ്ടെങ്കിൽ പിന്നെ സയ്യാദ് ഭായ് കഴിഞ്ഞത് അടിപൊളി ആയിരിക്കും എന്ന് തോന്നുന്നു. മൂപ്പര് കുറെ നമ്പേഴ്സിന്റെ ആളാ. ഓക്കെ, ലാസ്റ്റ് മൂപ്പര് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് വേറെ റേഞ്ചാ. പിന്നെ ഞാൻ ഒരൊറ്റ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പാക്കേജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചില പാക്കേജിങ് തന്നെത്താനിപ്പം ആൾക്കാർ വീഡിയോ ഇടും ഇതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ വഴിക്ക് ആലോചിച്ചിട്ടുണ്ടോ പാക്കേജിങ് നന്നാക്കാന്ന്? ഇത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാത്തതിന് കാരണം ഒന്ന് വേണം. എന്താ? അല്ല, ഓനെല്ലാ സ്ഥലത്തും കൊടുക്കുന്നതായിരിക്കും തരൂ. ഞാനതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ എന്നാ പറയട്ടെ, ആ ഫുൾ അങ്ങനല്ല ഷമീറായി, ഞാൻ തുടങ്ങിയാലല്ലേ സാഗറിനെ ഓനാണുള്ളത്. അപ്പോൾ അവിടെ കൊടുക്കുന്നൊരു ഇതേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം ഞാനത് തന്നെ ഓൻ ഓർഡർ കൊടുത്ത്, അല്ല വേറെ അതിലൊക്കെ ഒന്ന്. പിന്നെ അത് നീ പറഞ്ഞതിലൊരു വ്യത്യാസം എന്താണെന്നറിയാം. നമ്മൾ ഡിസ്കഷൻ എന്താ, ന്യൂജനും ഓൾഡ് ജനും, അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് ഉണ്ടാവും. അല്ല, പക്ഷെ നിങ്ങൾ കുറെ എണ്ണം മാറ്റിയിട്ടുണ്ട്. അല്ല അങ്ങനല്ല, അത് എല്ലാം കൂടി മാറ്റാൻ കഴിയില്ലല്ലോ ഷാനെ. അത് കറക്റ്റാ, പക്ഷെ എനിക്ക് മാറാൻ കഴിയില്ലല്ലോ. എന്റെ വയസ്സായിട്ട് നിൽക്കൂലേ? വയസ്സൊക്കെ വേടി നിങ്ങൾ. ഞാനിപ്പോ ഇന്നലെ 40 പക്ഷെ ഞാനിപ്പോ 20 വയസ്സായ പോലല്ലേ സംസാരിക്കണേ അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ പാക്കേജ് നിങ്ങൾ ശരിക്കും ആലോചിച്ചത്. കാരണം എനിക്കൊന്ന് കാലിക്കറ്റ് ഹലുവ എല്ലാവരും മറ്റേ പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അവർ കംപ്ലീറ്റ് പാക്കേജിങ് മാറ്റി. അല്ല ബ്രാൻഡായി. അല്ല, ഹലുവക്കും മറ്റ് ഇപ്പോൾ കഫേക്കൊക്കെ അങ്ങനെ ചെയ്യാം. നമ്മളെ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഷമീറിനോട് തന്നെ ചോദിച്ചാൽ അറിയാം, അതങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ. ഇപ്പം ബിരിയാണി തന്നെ ഇപ്പോൾ ഒരു നമ്മൾ ഫസ്റ്റ് കാസർഗോഡുള്ള മന്തി മൂപ്പര് അവർ കൊണ്ടുവന്നിട്ട് അത് ചൂട് നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ലേ? അപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ട് കാര്യമില്ല, അത് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും വരും. അല്ല, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണല്ലോ മൂപ്പര് ഇരിക്കുന്നേ. മൂപ്പര് സോൾവ് ചെയ്ത് തരും അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ എനിവേസ്, ഇതോടുകൂടി ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ല അതിൽ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മളെ ഡിസ്കഷനിൽ ന്യൂജൻ ഓൾജനും പറയാം, അതിലെന്താ ഇനി ചോദിച്ചു? ഇത് നിങ്ങള് അങ്ങനല്ല, അതല്ല മാർക്കറ്റ് പ്ലേസ് ചോദിച്ചു, ഒരു മിനിറ്റ് ഞാന് ഒന്നും പഠിച്ചില്ല, എന്താന്ന് അറിയില്ല. പക്ഷെങ്കിൽ എനിക്ക് ആ ഓൾജനും ന്യൂജനും ആ ഒരു സബ്ജക്ട് എനിക്കറിയാലോ, പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചില്ല. ഇതൊക്കെ ന്യൂജനാ, ഓൺ ആപ്പ് അല്ല പാക്കേജിങ് അല്ലേ? അതൊന്നല്ല. പഠിച്ചോ കൂടിയോ? ഇതാ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈ പേടിയല്ല എനിക്കുണ്ടായിരുന്നത്. ഞാൻ അതിപ്പം വരും വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങള് പറയേണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത് ചോദ്യോത്തരല്ല കേട്ടോ, രണ്ടാൾക്ക് അങ്ങനല്ല.
ന്യൂജന് ഞാൻ പറയൽ എന്താണെന്ന് അറിയോ, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ന്യൂജനാ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രഞ്ചാണല്ലേ, ബ്രഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ന്യൂജനും മറ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയോ? ഒന്ന്, നമ്മുടെ മന്തി ഇപ്പം അലങ്കാറാണെങ്കിലും ഒക്കെ ഭയങ്കര എല്ലാം ഞങ്ങളൊക്കെ ഒരേ കാറ്റഗറിയാണ്. ഈ മന്തിൻ്റെ കടന്നുകയറ്റം എന്താണെന്ന് അറിയോ? നമ്മുടെ നാട്ടിൽ പെപ്പിട്ട് നോക്കിയാൽ മന്തിയല്ലേ. അതെന്തുകൊണ്ടാണത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മന്തി അൺലിമിറ്റഡ് ആണ്. കട്ട വെക്കുക എന്ന് പറയല്ലേ, 4 ആൾ പോയി കട്ട വെച്ച് കട്ട ഇടുക എന്തായാലും. അതായത് ഒരു നോർമൽ മന്തി ഷോപ്പ് പോയാൽ ഞാൻ കട്ട ഇടുകയാണെങ്കിൽ 150 റുപ്യ വരും. വേറെ എവിടെ പോയാൽ കിട്ടും? കറക്റ്റ്. അപ്പം അതാണ് മന്തി. അത് ഇത്ര ഹിറ്റാൻ കാരണം എന്താ? ന്യൂജനാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ ഓർക്കും ചിലവാക്കുന്നതിന് ഒരു കണക്കുണ്ടാവുമല്ലോ, അവർക്ക് അങ്ങനെ ചിലവാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയൊരു സാധനം. പിന്നെ ഈ ഒരു ഫാമിലി ആണെങ്കിൽ ഇപ്പം എന്ത് ചെയ്ത്, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗൾഫ് യുദ്ധവും ബാക്കി കാര്യമൊക്കെ വന്നേരം ഫൈനാൻഷ്യലായിട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് എല്ലാവരും ഒരു എന്തെങ്കിലും ആയിട്ട് ഒരാൾ ഗൾഫായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അപ്പോൾ പൈസൻ്റെ വരവ് കുറേ കുറഞ്ഞ്, അപ്പോൾ ഒരു കുടുംബം വന്നാൽ വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ നമ്മളെടുത്ത് വന്നാൽ ഏകദേശം 2000 റുപ്യ, 1500 റുപ്യ, 2000 റുപ്യ ഇല്ലാവും. അത് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ. മന്തി കഴിക്കുകയാണെങ്കിലോ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു 600-650 റുപ്യ അതിന് തീരും. അതിൽ തീരും. പിന്നെ ന്യൂജന് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഒരു തുടങ്ങുന്നു. ഇപ്പോൾ ന്യൂജന് ഞാൻ പറഞ്ഞ മാതിരി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പിന്നെ ഈ ഒരു കാലം ഇപ്പം നമ്മളിപ്പോൾ പ്രസൻറ്റ് ഇപ്പോഴത്തെ കാലല്ലേ, ഇപ്പോഴത്തെ കാലിൽ ചോറ്, നമ്മൾ ചോറിന് പറയാം മീൽസ് കഴിക്കുന്നവർ എത്ര ആളുണ്ടാവും ഇതിൽ? ഉച്ചക്ക് കുറവായി. ഒരു ബിലോ 35 എടുക്കുകയാണെങ്കിൽ ചോറ് ആരും കഴിക്കുന്നില്ല, മീൽസ് കഴിക്കുന്നില്ല. അവർ കഴിക്കുന്നത് എന്താ? നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളാണ് കഴിക്കും. അപ്പോൾ ചോറ് കഴിക്കുന്ന ആരാ? ചോറ് കഴിക്കുന്നത് വെച്ചാൽ 50+ ആണ് ഇപ്പം കഴിക്കുന്നത്. അപ്പോൾ ഒരു 5-6 കൊല്ലോട് കഴിയുന്നേരം കുറേ ആൾക്കാരൊക്കെ നമ്മളെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകും. ഇങ്ങനെ എണ്ണം കുറയല്ലോ, ഒരു തൽക്കർ ജനിക്കുന്നതിനനുസരിച്ച് ഒരു തൽക്കർ ആൾ പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് പോകുന്നതിനനുസരിച്ച് മീൽസ് എൻക്വയറി കുറയും, അത് കഴിക്കുന്നവരുടെ എണ്ണം കുറയും. അപ്പോൾ ഈ മന്തി കഴിക്കുന്നവരെന്ത് ചെയ്യും? വയസ്സ് കൂടിയാലും കുറേ അതിൽ തന്നെ നിലനിൽക്കും. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് ന്യൂജൻ ബിസിനസ്സായിട്ടല്ല ഇതിനൊക്കെ കാണുന്നത് ആണോ? ഇതിപ്പോ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, നിങ്ങൾ തന്നെ ആൻസർ ഉണ്ടാക്കി. പക്ഷെ ശരിയാണ് അല്ലേ? കറക്റ്റ്. അപ്പോൾ ഇനി എന്താ വരാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മാറുക, അതായത് ഓൾഡ് ജൻ മാറുക, ന്യൂജനിലേക്ക് മാറാൻ കഴിയണം. എന്നാലേ ഇനി വർക്കൗട്ടാവും. ഓക്കെ, ഓഡിയൻസിലേക്ക് ഇട്ടു. എന്താ ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവൻ പഠിച്ചത് തീർന്നിക്ക്, എന്റെ തീർന്നു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? അമൽഷൊക്കെ കാത്തിക്ക. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാരന്റ്. ഇനി ബാക്കി ഇനി ചോദ്യങ്ങൾ വരാണ്ടാവില്ലേ അവിടുന്ന്? അവിടുന്ന് ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ അരമണിക്കൂർ കഴിഞ്ഞി. സലാംക്ക, ഈ സൊമാറ്റോ, സ്വിഗ്ഗി, പൊട്ടാഫോന്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഈ ന്യൂജനിൽ ഉള്ള ഒരു സാധനമാണ് വീട്ടിൽ ഇരുന്ന് എല്ലാവർക്കും ഓർഡർ ചെയ്യുക, മെനക്കേടൊന്നും ചെയ്യണം. കാരണം ഈ പുതിയ തലമുറ ഒരുപാട് മെനക്കെടാൻ തയ്യാറില്ലാത്തൊരു ഇതും കൂടെയാണ്. കുറച്ചും കൂടി ഈസി ടു യൂസ്, കാരണം നമ്മൾ ഫോണിലേക്ക് ആയി മാറി. പക്ഷേ സലാംക്ക പറഞ്ഞതിലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സൊമാറ്റോ, സ്വിഗ്ഗി എന്ന പ്ലാറ്റ്ഫോം ഇപ്പം അത് ഓഫാക്കി ഇടാനോ, അതൊരു ഫ്രീ ഓഫ് ആഡും കൂടിയല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ പൊട്ടാഫോയിലൊക്കെ ഭയങ്കര എതിർപ്പിയും, പൊട്ടാഫോ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യരുത്. അവൻ്റെ ഒപ്പിയും പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, ഒരു നമ്മൾ നശിപ്പിക്കും. പക്ഷെ കാലം മുന്നോട്ടേക്ക് പോകും തോറും നമ്മൾ കോർപ്പറേറ്റ്സിൻ്റെ കൂടെ കൂടാന്നുള്ളതല്ലാണ്ട് നമ്മൾ അവരെ തോൽപ്പിക്കാൻ പറ്റൂല.
അന്ന് പല പാർട്ടിയും പല ആളുകളും മറ്റേ കമ്പ്യൂട്ടറിനെ എതിർത്ത പോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ഏറ്റവും ഈസി ടു വേണം നമ്മൾ ക്യാച്ച് ചെയ്യുക, നമ്മൾ കോർപ്പറേറ്റ്സിന്റെ കൂടെ കൂടാന്നുള്ളത്. അപ്പൊ അതിലിപ്പോ നിങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു അന്ന് ഞാൻ പറഞ്ഞു പൊട്ടാറ്റോയില് ഓർഡർ വരണ്ട, സ്വിഗ്ഗി സൊമാറ്റോയില് എൻ്റെ ഫാദർ പറഞ്ഞ ഓർഡർ വരണ്ട, നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാം, നമ്മളെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് ഇപ്പം സലാംഖാന്റെ ഒരു ഐറ്റം നോക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഓഫ് ആക്കുന്നതിന് പകരം ഒരു 100 രൂപന്റെ പ്രൊഡക്റ്റ് അതിൽ നമ്മളെ പ്രൈസിന് നമുക്ക് വിറ്റൂടെ, 100-ന്റെ 150-ന് വിറ്റൂടെ? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ബിരിയാണി ഞാൻ ചെയ്യുന്നുണ്ട്, ഉം. ഷവർമ ചെയ്യുന്നുണ്ട്, ഉം. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ അതിനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബർഗർ, ഞാൻ ഒരു ബർഗർ ഒരു 400 റുപ്യ 450 റുപ്യൊക്കെ വരണ്ട. അതിൻ്റെ കോസ്റ്റും നമ്മളെ ചോറിൻ്റെ കോസ്റ്റും നമ്മുടെ കമ്മീഷനും ബർഗറിൻ്റെ കമ്മീഷനും ഒക്കെ സെയിമാണ്. അപ്പോൾ ന്യൂജൻ അവർക്ക് ഓർഡർ ചെയ്താൽ അത് എന്നാലും അവർ പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ മീൽസ് ഇങ്ങനത്തെ സാധനം ചെയ്താൽ ഒന്ന് ഞാനത് ഓഫാക്കാൻ കാരണം ലാഭമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഇനി പറഞ്ഞ കാര്യത്തിൽ ഒരു പരസ്യം തന്നെ നിലയ്ക്ക് തന്നെ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പാക്ക് ചെയ്യാൻ പണിക്കാരെ ഷോർട്ട് വന്നല്ലോ, അത് മുതലാണ് ഞാൻ ഓഫ് ചെയ്ത്. Okay. അല്ലാതെ ഈ ലാഭമില്ലാന്ന് കരുതിയിട്ട് ഓഫ് ചെയ്തല്ല. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൊമാറ്റോ സ്വിഗ്ഗിയിലെ കലങ്ക റെസ്റ്റോറൻറ്റ് ഇപ്പോൾ 90-ൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അറിയാത്ത ഒരുപാട് ആൾ, ചിലപ്പോൾ പിന്നെ അറിയാത്തതും എൻ്റെ ബ്രാൻഡിനെ അറിയാത്ത ആളുകളൊക്കെ ഇതിലുണ്ടാവും. അപ്പം പുതിയ തലമുറ ഇപ്പം അതിലേക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളിത് ചിലപ്പോൾ അന്ന് സെലക്ട് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് ആ വഴിക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് വാച്ചബിൾ ആകുമ്പോൾ നമ്മളെ ബ്രാൻഡിനെ അവിടെ മുന്നോട്ടേക്ക് ഇടുകയാണ്, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് കുറച്ചും കൂടി വിസിബിളാണ്. ഇപ്പം സലാംക പറഞ്ഞ പോലെ ഞാൻ 10 ആളെ ഞാനും പരിചയപ്പെടുന്ന, ഞാൻ ടാർഗറ്റ് ചെയ്തതാണ്. ഞാനത് ഏകദേശം ഒരു 5 കൊല്ലമായിട്ട് ഞാനും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 10 ആളെ ഡെയിലി പരിചയപ്പെടാം, അത് ടാർഗറ്റാണ്. അത് ഒരു ഗ്രൂപ്പായിട്ടോ ഇതായിട്ടോ ഞാനിപ്പോൾ പല ആളുകളോടും ഞാനും അത് പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമ്മൾ പരിചയപ്പെടാനുള്ളൊരു ഇതും കൂടെയാണ് ഈ ഒരു സൊമാറ്റോ സ്വിഗ്ഗി. അത് പറഞ്ഞ കറക്റ്റാണ്. ഞാൻ നമ്മളൊരു ബിരിയാണി കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷാനെ, മെനു കുറയ്ക്കാന്നുള്ള. അതങ്ങനെ ചിന്തിച്ചാലാണ് എനിക്കൊരു കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എന്താ ഹലുവ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ബിരിയാണി. പുറത്തുള്ളവർക്ക് അതല്ലേ, കോഴിക്കോടൻ ഹലുവ, കോഴിക്കോട് ബിരിയാണി, ഇതാണ് ആൾക്കാർ ചിന്ത ആദ്യം വരുന്നത്. അപ്പം ഞാൻ ഈ മെനു കുറച്ചിട്ട് എന്ത് ചെയ്യാന്നുള്ളതിൽ ഞാനങ്ങനെ ആലോചിച്ചു വരും. അപ്പം ഞാനതിൽ ഒരു ബിരിയാണി ഷോപ്പ് തുടങ്ങാതെ എഴുതി. അപ്പോൾ ആ ബിരിയാണീൻ്റെ ഡിസ്കഷൻ നടക്കുന്നൊരു ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളെടുത്ത് ഒരു സ്വിഗ്ഗിൻ്റെ ഒരു സൗത്തിൻ്റെ ടീം ഓരോന്നായിട്ട് വന്ന് സംസാരിച്ചു. അപ്പോൾ ഒരു നോർത്തിൽ ഒരു ബിരിയാണീൻ്റെ ഒരു കഥ പറഞ്ഞു. ഇനാഗ്രേഷൻ ചെയ്യുന്ന അന്ന് അവരെന്താ ചെയ്യുന്നത്, 99 റുപ്പീസിന് ബിരിയാണി കൊടുത്തു. അന്ന് ഇവരെ സ്വിഗ്ഗിൻ്റെ ആളിനോട് പറഞ്ഞത് 3000 ഓർഡർ, എത്ര 3000 ഓർഡർ, അങ്ങനെ 3 ദിവസമായിട്ടാണ് ആൾ കൊടുത്ത്. അതവിടെ നിർത്തി. അയാൾക്ക് ഒരു ദിവസം നോക്കിയാൽ ചിലപ്പോൾ ഒരു 1 ലക്ഷം ഉറുപ്യ കയ്യിൽ നിന്ന് പോകും. പക്ഷെ ആ 3 ലക്ഷം ഉറുപ്യ കൊണ്ട് പിന്നീട് അയാൾക്ക് ഓൺലൈനിൽ കിട്ടിയത് നോർമൽ റേറ്റിലേക്ക് പോയി. പക്ഷേ അയാൾക്ക് ഒരു 1000-ന്റെ ചോടെ ഓർഡർ അത് കണ്ടിന്യൂ ചെയ്ത് പോയി. അത് എൻ്റെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമ്മൾ അതിൽ ഓഫർ കൊടുക്കുക, അതൊന്നും നമുക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ട, നമ്മൾ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങളായിട്ട് കണ്ടാൽ മതി. ഞാൻ ഈ പ്ലെൻറ്റി പോലത്തെ പ്ലെൻറ്റി കഴിക്കുക 2 ആപ്പിലും വൈകുന്നേരം ഒരു ബിരിയാണി, എൻ്റെ അത് ഫ്രീ ആയിട്ട് ഞാൻ അതിൽ കോസ്റ്റ് നോക്കുന്നില്ല. കാരണം പുതിയ ന്യൂജൻ ആളുകൾ അതിൽ കയറി നോക്കും എന്തോ ഓഫർ ഉണ്ടോ എന്നുള്ളത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനത്തിനെ വിസിബിൾ ആക്കാന്നില്ല, ഡിസ്കവറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അതിനെ ഒരു വിസിബിൾ ആക്കി കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ജനറേഷൻ ഈ പറഞ്ഞ ആളുകളെ ന്യൂജനെ കിട്ടുക. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പം കുറച്ചും കൂടി എന്താ പറയുക, ഫിസിക്കലും പിന്നെ ഫിറ്റ്നസ്സൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി വരുന്നുണ്ട്. ആ സമയത്ത് ഈ ന്യൂജനെ തന്നെ ബിസിനസ്സിൽ വേണമെന്നാണ്.
അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂജനെ മാറ്റി നിർത്താനും പറ്റില്ല, അവരെ ട്രെൻഡിനനുസരിച്ചിട്ട് കൊണ്ടുവരും അതാ വേണം. ഞാൻ പറഞ്ഞത്, നമ്മൾ മാറുക. അതെ. ഞാൻ എൻ്റെ പ്രായം നോക്കാതെ ഈ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വഭാവത്തിന്റെ കാര്യത്തിൽ മാറുക. അതേപോലെ സലാംക്ക, അപ്പം സലാംക്ക പറഞ്ഞു മെനുവിന്റെ കാര്യത്തിൽ, ഇപ്പം ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ സലാംക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ ഒരു വേറെ ഗാർലിക് ചിക്കൻ, ജിഞ്ചർ, ചിക്കൻ മഞ്ചൂരിയൻ, സോസ്, ഇത് ഒരേ ഇതിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പം മെനു കട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡക്ട്സ് പരമാവധി മെനുവിലേക്ക് കുറച്ച് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇങ്ങനെ ഒരേ സാധനത്തിനോട് മെനു ഇത്രയായിട്ട് അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇൻഗ്രീഡിയൻസിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മള് അതിൻ്റെ ഒരു എന്താ പറയുക, ആ സാധനം ഉണ്ടാക്കുന്ന ടൈം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25 ടേബിളിൽ ഡിഫറെൻ്റ് ഓർഡർ വന്നാൽ, ഇപ്പോൾ ചില്ലി ചിക്കന്, മഞ്ചൂരിയന്, ഗാർലിക്ക്, ഇതൊക്കെ ബേസിക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാബീൻ സോസും, ചില്ലി സോസും, ടൊമാറ്റോ സോസും, ഇത് 3 സോസ് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് പിന്നെ പെപ്പർ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഫ്രൈഡ് റൈസിനാണെങ്കിലും ഇതൊക്കെ ഓരോ നുള്ളിടാനേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മെനു കൂടുന്ന സമയത്ത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് ഇതാണ്. അതായത് 25 ടേബിൾ ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് 30 ടേബിളിൽ ഡിഫറെൻറ്റ് ഓർഡർ വന്നാൽ ഉള്ള ബുദ്ധിമുട്ട്. മറ്റേത് അതില്ല. മറ്റേത് നമുക്ക് ഐറ്റം 3 ഉള്ളെങ്കിൽ ആ 3 മാത്രം നോക്കിയാൽ 4ാമത് ഒരു സാധനം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൊതുവേ നമ്മൾ ഇപ്പം പല റെസ്റ്റോറൻറ്റിലോ പല സ്ഥലത്ത് പോകുമ്പോഴോ കുറച്ചും കൂടി മെനു കൂടുതൽ, ഓപ്ഷൻ കൂടുതലുള്ളിടത്തേക്കാണ് നമ്മൾ പോവുക. അങ്ങനത്തെ ഒരു ബ്രാൻഡുകളിലൊക്കെയാണ് ഇപ്പം ലോകത്ത് അറിയപ്പെടുന്ന ബ്രാൻഡുകളൊന്നാണ് ഐക്യ. ഇതിപ്പോൾ ഫർണിച്ചർ ഫീൽഡിലാണല്ലോ. പിന്നെ അതേപോലെയാണ് ഈ KFCയും ഈ ചിക്കിങ് പോലത്തെ ബ്രാൻഡുകൾ. ഈ ഒരു സിംഗിൾ പ്രൊഡക്ട്സ് ഒരുപാട് മെനു നോക്കുമ്പോൾ ചിലപ്പോൾ 50ഉം 60ഒക്കെ ഉണ്ടാവും, പക്ഷെ സിംഗിൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റിലും അങ്ങനെ ചെയ്തൂടെ? ഒരു സിംഗിൾ പ്രൊഡക്ഷനും ഈ ടൈമിന്റെ ഇഷ്യൂ മാത്രം ഒഴിച്ചിട്ട്. അല്ല, അതിലിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മൾ ലൈവിൽ തന്നെ ഗ്രേവി ചെയ്യുന്നത് ഒരു 1 വീക്കോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ ടൈം ഈ പറഞ്ഞ മാതിരി കുറേ കുറയ്ക്കാം. അതായത് ഇപ്പോൾ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ കോമൺ ഗ്രേവി ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കണം, എന്നിട്ട് പാക്ക് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ അന്നേരം ആ ഒരു അതിന് ഇപ്പോൾ പറഞ്ഞ മാതിരി സോസ്, ഇപ്പോൾ ഈ 3 ഐറ്റം അല്ലേ, ചില്ലി ചിക്കന്, മഞ്ചൂരിയന്, ഗാർലിക്ക്, അതിനൊന്നും പ്രശ്നം വരില്ല. അതിനിത് 3ാമത്തത് ഇപ്പോൾ പറയാം ഹണി ചിക്കന്, ഡ്രാഗണ്, അങ്ങനെ കണ്ടമാനം കൂടുന്ന സമയത്ത് ചൈനീസിൽ അതെല്ലാം കൂടി വരുന്ന സമയത്ത് എന്താവുന്ന വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ നല്ല ഡിലേ വരും. ഡിലേ വന്നാൽ ഇപ്പോൾ എനിക്കറിയാമല്ലോ, ആളെ ഒരു ഫസ്റ്റ് ടേബിള് കറക്റ്റ് ടൈമിന് പോയി, ഒരു 10 ടേബിളിൽ അങ്ങനെ പോയി, 15 അരമണിക്കൂർ കഴിഞ്ഞാൽ ഓനെന്താ പറയുക, 10 മിനിറ്റ് ആയാലും മണിക്കൂർ പറയുന്ന കസ്റ്റമറാണ്. സത്യം. 10 മിനിറ്റ് ആകുന്ന നേരം അടുത്ത വാചകം, ഒരു മണിക്കൂറായാലും പോയി ഇരിക്കുന്നത്, എന്താ സാധനം ഇല്ലാത്തത്. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ എത്തു വരുന്നത്. ഓന് ഒരു അരമണിക്കൂറോട് കഴിഞ്ഞാൽ എന്താ ഈ അവസ്ഥ? ചെറിയ അനുഭവം എങ്ങനെയാണ് കസ്റ്റമർ പൊതുവെ എങ്ങനെയാ ചെയ്യുന്നത്? വന്നിരിക്കുക, പിന്നെ തിരികെ ക്യാപ്റ്റൻ എവിടെയെന്നുള്ള രീതി. അതിലെന്താണെന്നറിയോ, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക്, ഇപ്പം ഞാനും ഇങ്ങനെയൊക്കെ മലയാളമാരാണല്ലോ, ഒരാൾക്ക് ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനെന്താ നോക്കലെന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. ഒരു അസ്വസ്ഥരായിരിക്കും ഒന്ന് ഈ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ അത്. അപ്പം ഞാൻ പറയും അവിടെ എന്താണ് വേണ്ട പോയി നോക്കുന്നത്, അത് കറക്റ്റ് പറയുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും. അവൻ്റെ പ്രശ്നമാണ് അധികം ചെയ്യും. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പണിക്കാരോട് പറയും ഇങ്ങനെ വേറെ ഒന്നും നോക്കണം, ഓരോരുത്തർ ചെന്ന് ചോദിക്കുകയും വേണ്ട, ബേക്കറി നിൽക്കുന്നവർ ഓൻ്റെ ശരീരം നോക്കിയാൽ മതി. ഓനിങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടേ നിൽക്കുമോ, എന്താ ഓൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ ഇതേപോലെ എൻ്റെ ഒരു സ്റ്റാഫ്, അകത്തെ ഒരു എക്സ് സ്റ്റാഫ് എന്ന നിലയിൽ എന്നോട് ഒരാൾ സംസാരിച്ചു എനിക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ
ആള് തിരിഞ്ഞു നോക്കുന്നതും ഇതാക്കുന്ന കൈ പൊന്തിക്കുന്നതും ഒക്കെ നോക്കാൻ അതായത് ഇപ്പോഴല്ല മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാദറോ ജീവിച്ചിരിക്കുന്നത് മൂപ്പരാണ് ശരിക്കും സാധാരണ അംസാരി എന്ന് പറഞ്ഞ ആളാണല്ലോ ഇത് ഉണ്ടാക്കി. മൂപ്പര് ഇതിനായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റില്ലേ, ഓക്കെ. അന്ന് ഒരു ഫ്ലോറിൽ 3 ആളുണ്ടാവുമായിരുന്നു. ഒരു പണി എന്തൊക്കെയാന്ന് വെച്ചാൽ റണ്ണിങ് ചോറ് വെള്ളം വീട്ടിലടത്തിയില്ലെങ്കിലും അത് നമ്മൾ ഇവർ ചെയ്തോളണം. പിന്നെ ആളെ ഇരുത്തലും, ഇനി ഓർഡർ എടുക്കാൻ ആളെത്തി. അന്ന് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞതില്ലല്ലോ, വെയിറ്റർ തന്നെയാണ് എല്ലാ സംഭവവും. അപ്പം വീട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എത്തുക, എന്താ വേണ്ടതെന്ന് ചോദിക്കുക, ഇങ്ങനെ. അപ്പോൾ അതൊരു കാര്യം. ഇപ്പോൾ ഇപ്പോഴത്തെ ടോപ്പിക് എന്നുള്ളത് ന്യൂജൻ ആണല്ലോ. ഇപ്പം ന്യൂജനിൻ്റെ ഇടയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആക്റ്റൊന്നുമില്ല, തെറ്റാണെങ്കിൽ തിരുത്താം. അവർക്ക് ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് വരാൻ കുറച്ച് മടി കാണുന്നുണ്ട്. അതായത് അവർക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പം റെസ്റ്റോറൻറ്റ് അത് വേണ്ട, അതാണ് ഫസ്റ്റ് സാധനം വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞിട്ട് അതെ റിസ്ക് എടുക്കാൻ കഴിയില്ല. അപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ കിച്ചണ് ഓരോ ബാക്കിൽ എന്ന് പറഞ്ഞാൽ അതിന് പുറത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ടുള്ള അല്ലാതെ മാനേജ് ചെയ്ത് പോകുന്ന സംഭവം, അതിന് കോഫി ഷോപ്പ് ഇതൊക്കെ അങ്ങനെ നടക്കും. അതാണ് അതിനൊരു കാര്യം. അപ്പം അതിലേക്കുള്ള ചോദ്യം വരുന്നത്, ഇപ്പം ഇവരോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോഫി ഷോപ്പ്, കഫേ, അല്ലെങ്കിൽ ഇപ്പോൾ QS, ഇപ്പോൾ KFC, സെൻട്രൽ കിച്ചൺ ഒരു സാധനം ഉണ്ടാക്കണം. അതായത് ഇവർക്ക് വേണ്ടി ഒരു SOP ഉണ്ടാക്കുക, ഒരു സിസ്റ്റം ഉണ്ടാക്കുക, അതങ്ങോട്ട് ഓടണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നിൽക്കണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ലെജൻഡറി റെസ്റ്റോറൻറ്റ് ലെവലിലേക്ക് എത്താൻ കാരണം എപ്പോഴും ഇതിന്റെ ഓണേഴ്സ് ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നാളെ ഒരു റെസ്റ്റോറന്റ് ന്യൂജനിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും ഈ ഓണേഴ്സ് അവിടെ തന്നെ വേണം നിർബന്ധമാണോ, അല്ലെങ്കിൽ അതല്ലാതെയും നടക്കുമോ? അല്ലാതെ നടക്കും. അല്ലാതെ നടക്കുന്നതും ഉണ്ടായിട്ട് നടക്കുന്നതും രണ്ടും രണ്ടാണ്. അതായത് നമ്മൾ അന്വേഷിച്ച് അപ്പോൾ അത് വരുന്ന ആളുകളെ മൂഡ് പല രീതിയിലായിരിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ, ഷമീറോ ഞങ്ങളെല്ലാവരും നമ്മൾ ഒന്നായിട്ട് പോവുകയാണ്, അവിടുത്തെ ഓണർ ഇന്ന പരിചയം ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങളെടുത്തേക്ക് ഒരു അംഗീകാരമാണ്. അതായത് നമ്മൾ നാലാൾ കൂടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അതെ നേരത്തെ ഷാൻ പറഞ്ഞതാ. അപ്പോൾ അതൊരു അംഗീകാരമാണ്. അതിന് ഓണർ അവിടെ വേണം, അത് കിട്ടണമെങ്കിൽ. മറ്റേത് ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റും ഓണർമാർ നിന്നിട്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്. എത്ര റെസ്റ്റോറൻറ്റ്, ഭൂരിഭാഗം റെസ്റ്റോറൻറ്റ് ഓണർമാരില്ലാത്ത റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷെ ഞാൻ പറയാം, ആദ്യത്തെ ഒരു 3 to 5 years ഓനവിടെ നിന്ന് നടത്തിയാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പല കഫേസും പൊട്ടിപ്പോണെന്നാണ്. ഒരു ചുരുക്കം ഞാനൊരു കാര്യം പറഞ്ഞു, ഓണർ ഉള്ളോ ഇല്ലാത്തതോ. ഇപ്പോൾ ഒരു പണിക്കാരനില്ല, പെട്ടെന്ന് ലീവാക്കി. ഓണറല്ല, ഒരു മാനേജർ മറ്റവനോട് പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് നിന്ന് സഹായിക്കുന്ന പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല. പക്ഷെ ഓണർ അവനോട് പറയാം, എടാ അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്ലസ് പോയിന്റും ഉണ്ട് കസ്റ്റമർ വരുന്ന സമയത്തുള്ള. നമസ്കാരം. ഞാന് പ്ലന്റി ഇവിടെ അപ്രോച്ച് ചെയ്തപ്പോ ആദ്യം കണ്ട ഒരാളാണ് സലാം. അപ്പോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, സലാംക്ക കുറെ കാലമായിട്ട് ഈ ഹോട്ടൽ ഫീൽഡിലുണ്ട്. അപ്പോ നേരത്തെ ചോദിച്ചു വേസ്റ്റേജ് ട്രാക്ക് ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പോ സലാംക്ക പറഞ്ഞു അതിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്നാൽ അത് കാരണം സലാമിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് സലാമിക്ക് ബിസിനസ്സിൽ അത് എഫക്ട് ചെയ്യുന്നതിനും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഞങ്ങളെ പോലത്തെ ഇപ്പൊ പ്ലെന്റി ഉണ്ട്, ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആപ്പുകൾ വരുന്നതില് സലാമിക്ക് എന്താണ് അതിന് കിട്ടുന്ന ഒരു ടേക്ക് അവേ? ഞാനിത് ചോദിക്കുന്നത് ഇവിടെയുള്ള ബാക്കി വെണ്ടേഴ്സും കൂടി സലാമിക്കനെ പോലത്തെ ഒരാളെടുത്തുനിന്ന് നമ്മളൊരു ആപ്പിന്റെ കൺസെപ്റ്റ് സലാമിക്ക് എങ്ങനെയാണ് അതിന് ഒരു ബെനിഫിറ്റ് കാണുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
അല്ല, ഞാൻ നിങ്ങൾ ആദ്യം വന്നേരോ ഫസ്റ്റ് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇതൊരു വേസ്റ്റ് ആകുന്ന സാധനമാണ്, ഒഴിവാക്കല്ലേ. അപ്പോൾ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് വേറെ ആൾ കഴിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമല്ലേ. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. അതല്ലാതെ ഡെയിലി എന്തൊക്കെ സാധനം ഇപ്പോൾ ചില സമയത്ത് ആ നമ്മളെ ചായ കൗണ്ടറിൽ സ്നാക്സ് അതപ്പടി ബാക്കിയുണ്ടാവും. ഇത് 12 മണിയായാൽ ആരും കഴിക്കൂലല്ലോ. ഒരു പണിക്കാർ വരെ ആ സാധനം കഴിക്കൂല, പണിക്കാർ കഴിക്കൂലല്ലോ, ആരും കഴിക്കില്ല. ഇതെന്താ ചെയ്യുക? അതങ്ങനെ തന്നെ വേസ്റ്റ് പോവുക ചെയ്യുക. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരും. നമുക്ക് കിട്ടുന്നതെന്നുള്ളതല്ല, വേസ്റ്റ് ഇങ്ങനെ വേസ്റ്റിൽ അങ്ങനെ തട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അതാണ് ഞാൻ നിങ്ങളതിൽ ആദ്യം കണ്ടത്. ആ ഒരു കൺസെപ്റ്റ് എല്ലാരെയും അറിയാന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉദ്ദേശം. അതില് ചിലപ്പോ അമൽഷയ്ക്ക് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടാവും വിചാരിക്കുന്നു. അത് പിന്നെ ആക്കാം. അമൽഷ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. അല്ല ഞാൻ ഇല്ലേ? എന്താന്ന് വെച്ചാല് ഒരു ബിരിയാണി ഓനല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര സംഭവമല്ലേ. അല്ല അതൊരു ഫ്രീ മാർക്കറ്റിംഗ് ആണല്ലോ. അല്ല, മാർക്കറ്റിങ്ങിന് പുറമെ ഒരു നല്ല കാര്യമല്ലേ. അല്ല, ഇതില് എന്താ വെച്ചാൽ ഇപ്പൊ സലാംക്ക് നേരത്തെ പറഞ്ഞ കാര്യം, നമുക്കൊരു ഐഡിയ ഉണ്ടാവും മാർക്കറ്റില് ഇത്ര സമയമാകുമ്പോൾ ഈ ചിക്കൻ കറി തീരണം, ബിരിയാണി തീരണം, അതിനനുസരിച്ചുള്ള പ്ലാൻ ചെയ്യുക. പക്ഷെ ഈ മഴ ഇപ്പം ഈ ഒരു സീസണ് ഒരു അസുഖം വന്നിട്ടുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊതുവെ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സ് വരാണ്ടായപ്പോൾ ഞാൻ വെറുതെ വിളിച്ച് എല്ലാ ഭയം എന്താന്ന് കണ്ടിട്ടൊന്നുമില്ലല്ലോ 2 ദിവസമായിട്ട്. ഒരേന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വെള്ളം കുടിക്കരുത്, ഫുഡും കഴിക്കരുത്. അപ്പൊ ആ ഒരു രീതിയിൽ ഓരോ കണ്ടീഷൻ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മാർക്കറ്റ് എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഈ പ്ലന്റി പോലത്തെ ആപ്പുകൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ഹെൽപ്ഫുള്ളാണ്. അത് ഡബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് വേറെ 100-200 കൊടുക്കണം. പിന്നെ അതിന് വേറെ വേസ്റ്റ് മാനേജ്മെന്റ്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത് ഈ റെസ്റ്റോറൻറ്റ് പൂട്ടിക്കാനുള്ള ഒരു വലിയ സാധനം കൂടിയാണ്. കാരണം ഇത് നല്ല രീതിയിൽ ഡബ് ചെയ്യും, ഇത് ബാക്കിയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് ബാധിക്കും, അത് കേസാവും. ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിയതും ഇതിന്റെ അറിവിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റിൽ പല ആളുകളും വേസ്റ്റ് മാനേജ്മെന്റ് മുന്നിൽ കണ്ടിട്ട് തന്നെ വേണം ഇതാക്കാം. അപ്പൊ ഇങ്ങനത്തെ ആപ്പുകൾ ഇങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, അത് നമുക്കൊരു ഹെൽപ്ഫുൾ ആവാന്നുള്ളത്. കറക്റ്റ്. ഇതില്ലേ ഈ ഡെയിലി ഈ ബാക്കി വരുന്നതിലേ അതിലൊരു പഴയ കാലത്തൊരു ആളുകളുടെ അടുത്തൊരു സംസാരമുണ്ട്. ഈ ബാക്കി വരുന്ന ഫുഡ് ആർക്കും വെറുതെ കൊടുക്കരുതെന്ന. ബാക്കി വരുന്ന ഫുഡ് ആർക്കും വെറുതെ കൊടുക്കരുത്. അപ്പം അതെന്തിനാന്ന് അറിയാം? ഓൻ പ്രാർത്ഥിക്കുന്ന നാളെ ബാക്കി വരട്ടെ. ഓനെ പറയും, ഓ പഠിച്ചോനെ നാളെയും ബാക്കി വരണേ, നല്ല ലോൺ കിട്ടൂ. എല്ലാ ദിവസവും ഇങ്ങനെ അത് മാത്രമല്ല, അതൊരു വേറെ പ്രശ്നം എന്ന് വെച്ചാല് പബ്ലിസിറ്റി പോകും. ഈ വേസ്റ്റ് ഇപ്പൊ നമ്മൾ വേറെ ആർക്കും ചില സ്റ്റാഫിന് കൊടുക്കും, ഓൻ ചിലപ്പോ അവന്റെ ഡെയിലി കൊണ്ടുപോകുന്നുണ്ടാവും, ഓൻ അടുത്ത വീട്ടിൽ കൊടുക്കും, അടുത്ത വീട്ടിൽ പറഞ്ഞു ഇവിടെ കച്ചവടം നടത്തുന്നതാണോ ഈ ഫുഡ് വേസ്റ്റ് ആണ്. അപ്പൊ ശരിക്കും നമുക്കൊരു നെഗറ്റീവ് സാധനമാണ് ഈ ഒരു. ഇപ്പൊ ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഈ ക്യാൻറ്റീനിലൊക്കെ അവര് ഭയങ്കര സ്ട്രിക്റ്റ് റൂളാണ്. ഒരു സമയം കഴിഞ്ഞാൽ പട്ടിക കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുഡ് അവിടെ വെക്കരുത്, കളയാൻ പോവുക. കാരണം അതിന്റെ ഒരു മിസ്യൂസിങ് അത് പിന്നെ ഗൾഫിൽ ഇപ്പോൾ ഞാൻ മുമ്പ്, ഇപ്പം ഇല്ല, മുമ്പൊക്കെ പഴയ കാലത്ത് വെജിറ്റബിൾ മാർക്കറ്റിൽ ഒരു സമയം കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണല്ലോ, പച്ചക്കറി. ഞാൻ സൗദിയിലൊക്കെ പോയ സമയത്ത് ജിദ്ദ വെജിറ്റബിൾ മാർക്കറ്റിൽ 4 മണിയാണെങ്കിൽ 4 മണി കഴിഞ്ഞാൽ ആ പുറത്തിട്ട സാധനം സെയിലായിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് അവിടെ സെയിൽ ചെയ്യാൻ പാടില്ലേ, അത് വേസ്റ്റാണ്, ഒഴിവാക്കും. ഇപ്പൊക്കെ മാറി, ഇപ്പൊക്കെ കോൾഡ് സ്റ്റോർ വന്നതിന് ശേഷം പിന്നെ അത് അതിനൊന്നും പ്രശ്നമില്ല. സ്റ്റാഫിനോട് പാടില്ല, നിങ്ങൾ ഫുഡ് ബാക്കിയുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചു കൊണ്ട് പോയിക്കോ, നോ പാർസൽ. കാരണം അത് ഭയങ്കര മിസ്യൂസിങ് വരുവാണ്. അങ്ങനെ ഉണ്ടാവും. അല്ല ഞാനിതൊരു പഴയ ആൾക്കാർ പറയുന്ന ഒരു പറഞ്ഞതാ. അതായത് ഇന്ന് കൊടുക്കുന്നവനെ മോന്റെ പ്രാർത്ഥന ഉണ്ടാവുക നാളെ ബാക്കി വരട്ടെ. ബുദ്ധിമുട്ടാണ്.
മഴ വരുമ്പോ ഒരു ആക്കിയാണ് ശബടിക്കാൻ വേണ്ടിയിട്ടെന്ന് അറിയാം. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്തുള്ളതല്ല ഓരോ ആൾക്കാരും വള്ളിമണി കേൾക്കുമ്പോ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ചില ഹോട്ടലില് ഫുഡ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ സാധനം. ഒരു സ്പെസിഫൈഡ് ഇപ്പൊ ബിരിയാണി വെക്കണ ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ ഹോട്ടലുണ്ട് മെയിനായിട്ട് ബിരിയാണി വെക്കുക. അപ്പോ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാ വെച്ചാല് വളരെ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞാൽ മഴയിൽ പോകും. ഫുഡ് കഴിഞ്ഞാൽ സ്റ്റാഫിനെ ക്ലോസ് ചെയ്തിട്ട് പോവാം. ഒരു 6-7 മണി കഴിഞ്ഞാല് ബിരിയാണി മേടിച്ച 1.5 ബിരിയാണി. അതായത് ക്വാണ്ടിറ്റി നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റി ആവില്ല രാത്രി ഉണ്ടാവും. കാരണം അടിച്ച് ഇത് തീർന്നാ പോവാം. അല്ല അത് ഓണർ ശ്രദ്ധിക്കില്ല. അതെ, ഓണർക്ക് പണിക്കാരൻ അത് തീർന്നാൻ പോവാ. ഓണർക്കോ ഓണർ അതിന്റെ മുമ്പ് പോയിട്ടുണ്ടാവും. അല്ല, ഓണറെ സംബന്ധിച്ചിടത്തോളം 10 ബിരിയാണി പോകുന്ന വിൽക്കേണ്ടത് 15 ബിരിയാണിന്റെ ക്വാണ്ടിറ്റി 10 ബിരിയാണിക്ക് പോവാ. 15 ബിരിയാണി പോകണ്ട. അതായത് പുള്ളി അതെ, അതിപ്പോ ഇപ്പോഴും ഉണ്ട്. നിങ്ങള് ഷവർമ ഒക്കെ അല്ലേ, ഷവർമന്റെ പണിക്കാര് ഓൻ ആ പണി മാത്രം എടുക്കുക. ഓൻ എന്ത് ചെയ്യുന്നല്ലോ, മീറ്റ് കൂട്ടൂ. മീറ്റ് കൂട്ടിയാലെന്ന് വെച്ചാൽ ഓന് ആ മീറ്റ് കഴിഞ്ഞാൽ ഓര് പോവാം. അപ്പം ഇത് നമ്മൾ ഓരോ റോളിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുമോ, അതിന് കൂടുതൽ കിട്ടണോ. പിന്നെ നമ്മള് ഡെയിലി നമ്മൾ നോക്കുക ഇത് എത്ര എണ്ണം വെക്കുന്നുണ്ടെന്നുള്ളത്. 10 കിലോന് ഇത്ര ഷവർമ കിട്ടണം, ആ ഷവർമ കിട്ടുന്നുണ്ടോ നമ്മൾ കണക്ക് നമ്മൾ നോക്കുക. പക്ഷെ ഇവര് നമ്മളെക്കാട്ടി പഠിച്ചവരാ ഇപ്പോഴത്തെ പണിക്കാര്. മതി, അതല്ലേ, അത് നോക്കണം. നോക്കിയില്ലെങ്കിൽ എന്താണെന്നറിയാം, 80 ഷവർമ കിട്ടുന്ന എടുത്തില് ഒരു 50 ഉണ്ടാവും. ഈ ഡാറ്റ നോക്കുന്നുണ്ട്. ഡാറ്റ വളരെ അപൂർവ ആൾക്കാരെ ഡാറ്റ നോക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ ഒരാളോട് ഈ സൊമാറ്റോയുടെ കേസ് സംസാരിച്ച സമയത്ത് പുള്ളിയുടെ മൈൻഡില് പുള്ളി കൊടുക്കുന്നത് 28%. അതായത് അവർ വന്ന് സംസാരിച്ച് ഡീൽ ചെയ്ത് 28% കൊടുക്കുന്നത്. അങ്ങനെ അപ്പോ ഞാൻ പറഞ്ഞു 28% അല്ലല്ലോ, ഞങ്ങൾക്ക് 35 കൊടുക്കുന്നുണ്ട്. നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പുള്ളി ഞാനായിട്ട് ഇതായി നിങ്ങൾ ഈ അതിനെ പറഞ്ഞ ഇത് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് അയക്കും, ഞാൻ നോക്കട്ടെ. ഞാനിത് സ്റ്റേറ്റ്മെന്റ് നേരെ ക്ലൗഡില് അപ്ലോഡ് ചെയ്തു. ജസ്റ്റ് 2 പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇതൊരു ഇതെടുത്തു. പുള്ളിക്ക് 56% ആണ്. ഭയങ്കര പ്രശ്ന. അവന് ശരിക്കും ഈ പെർസെന്റേജ് കൂട്ടിയിട്ടിരിക്കുന്നത് 25%. അത് 25% കൂട്ടിയിട്ടില്ല, 20% കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ അവനത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ബിസിനസ് എനിക്ക് പിന്നെ കോസ്റ്റ് ഇല്ലാതെ നടക്കുന്നതല്ലേ, അപ്പൊ ഒരു 5% എന്റെ ഒന്നും പോയിക്കോട്ടെ, ബാക്കി 20% അവർക്കുള്ളത് ഞാൻ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. അവന് ശരിക്കും ആക്ച്വലി 30% നഷ്ടത്തിലാണ് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 46% അതിനെ പിന്നെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതില് ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അറൗണ്ട് ഒരു പെർസെന്റേജ് വെച്ചിട്ട് അങ്ങനെ ടോട്ടലി ഒരു 55-56% ഇതുണ്ട്. ഞാനവരോട് പറഞ്ഞു നല്ല ആഡാ കൊടുക്കുന്നത്, ആഡ് കൊടുത്തിട്ട് നഷ്ടം ഉണ്ടാക്കുകയാണ് നീ ചെയ്യുന്നത്. ശരിക്കും അതല്ല, കൂടുതൽ എത്രത്തോളം കൂടുതൽ നമ്മൾ വിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് നഷ്ടം വരാം. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ ഷാനോട്. ഷാൻ, നമ്മുടെ ഈ പിന്നെ പേഴ്സണൽ ആപ്പ് ചെയ്യുന്ന സമയത്തേ ഒരു കസ്റ്റമർ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളെല്ലാരും ഒരു ഹോട്ടല് ഇപ്പൊ കാലിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പരിവാർ മാത്രമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളാവില്ല. അപ്പൊ നമ്മൾ ഈ എല്ലാ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യണ്ടേ. അപ്പൊ അതിന് കസ്റ്റമർക്ക് ഒരു കസ്റ്റമർ വില്ലിങ് ആവോ? ഇപ്പൊ സൊമാറ്റോ ഒക്കെ ആവുമ്പോ നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇപ്പോ നമുക്ക് എല്ലാരെയും പിന്നെ ഇത് ചെയ്തൂടെ. എങ്ങനെ നമ്മുടെ എയർലൈൻ ടിക്കറ്റ് മാതിരി ഇക്സിഗോ ഒക്കെ മാതിരി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് എയർലൈൻ ടിക്കറ്റ് തന്നെ നമ്മുടെ ഓൺലൈനില് എയർലൈൻ കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് അതിന്റെ
UAE കുറച്ച് ബുദ്ധിമുട്ടാക്കാം. പക്ഷെ അതൊന്ന് ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേക്ക് മൈ ട്രിപ്പിനെക്കാട്ടിലും ഒക്കെ നമുക്ക് റേറ്റ് കമ്മിയിൽ കിട്ടും. കറക്റ്റ്. പക്ഷെ എന്നാലും നമ്മള് മേക്ക് മൈ ട്രിപ്പ് ഒന്ന് ഈസി ടു യൂസ്, രണ്ടാമത് നമ്മള് എല്ലാ സൈറ്റിലും കയറിയിട്ട് നോക്കണ്ട. നമുക്ക് ഇവരെല്ലാരും കൂടെ അവര് ഒരു അഗ്രിഗേറ്റർ തരും. അപ്പൊ ഇത് ഒരു സാധനം ശരിക്കും ഇതിലും ഉണ്ടാവില്ലേ? ഇത് തന്നെയായിരുന്നു എൻ്റെയും തോട്ട് പ്രോസസ്സ്. ഞാനത് ചെയ്യുന്ന വരെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കസ്റ്റമർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലബാത്തും സ്നൂനുമാണ് ഖത്തറിൽ ഏറ്റവും ബിഗസ്റ്റ് അഗ്രിഗേറ്റേഴ്സ്. അതിൻ്റെ അകത്ത് നമ്മളെ ഫാർമസിനെ ലിഫ്റ്റ്. ഫസ്റ്റ് തിങ്, ഈ ഫാർമസി മെഡിസിനും കോസ്മെറ്റിക്സും ആരും ഓൺലൈൻ വാങ്ങിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഒരു ഔട്ട്ലെറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബിസിനസ് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ഇൻസൈറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ഞാൻ വിചാരിച്ച് നമ്മളെ ഫാർമസിയിൽ ആപ്പൊന്നും ആരും ഡൗൺലോഡ് ചെയ്യില്ല. അതും തെറ്റി. അതായത് തലഭാഗത്തിലും സ്നൂനൂരും ഇതിനേക്കാളും സെയിൽ നമുക്ക് നമ്മളെ ഫാർമസി ആപ്പിലുണ്ട്. അപ്പോൾ ഇത് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇതാണ് സത്യം. അപ്പം പ്രശ്നം ഇത് ടെക്, ഇത് ബിൽഡ് ചെയ്യേണ്ട, മറ്റേ ചെയ്യേണ്ട, പക്ഷേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അവൈലബിൾ. നിങ്ങൾക്ക് ഒറ്റ 1 മണിക്കൂറോട് നിങ്ങൾ ആപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് ഇഫ് യു തിങ്ക് ഇത് ലോഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ തന്നെ പല ബ്രാൻഡ്സും ആമസോൺ നോക്കിയും ഫ്ലിപ്കാർട്ട് നോക്കിയും ബ്ലിങ്കിറ്റ്, ബിഗ് മാർട്ടോ, ബിഗ് ബാസ്ക്കറ്റ്, ഇൻസ്റ്റാമാർട്ട്, അവരുടെ സ്വന്തം ആപ്പും ഞാൻ വാങ്ങിക്കലുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ. പ്ലസ് ഇവിടുത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മറ്റവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നതുകൊണ്ടല്ലേ. ഞാൻ സലാംക്കൻ്റെ അടുത്തിന് വാങ്ങിക്കുമ്പോൾ എനിക്ക് പിന്നെ സൊമാറ്റോ സ്വിഗ്ഗിയാണ് ഈസി. പക്ഷെ ഞാൻ വിളിച്ചു പറയും അത് ഡെലിവറി ചെയ്യിപ്പിക്കുക. എനിക്കറിയുന്നത്, പക്ഷെ എനിക്കത് ആക്ച്വലി ഇൻകൺവീനിയൻ്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ജെൻസി ഒന്നും തയ്യാറല്ല. ജെൻസിയൊക്കെ നേരെ പോയിട്ട് പിന്നെ ഓക്കെ 30% അവർ ഒരു ഓർഡർ അല്ല, ശരിക്കും ഒരു 100 കണക്കിന് ഓർഡർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് ഈ സ്വന്തം ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് പൈസ കുറയ്ക്കാം. നിങ്ങളെ കസ്റ്റമർ നിങ്ങൾക്ക് തന്നെ വെക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഗോ ആൻഡ് ജസ്റ്റ് ഡു ഇറ്റ്. ഒരു നഷ്ടവുമില്ല. ഇപ്പോൾ പെയ്ഡ് പൂജ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്ത് കണ്ടോ, ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് കുറച്ച് ബില്ല് ഫ്രീ അല്ലേ. ആദ്യം തന്നെ പ്ലാൻ കൊടുക്കണോ, പെയ്ഡ് പ്ലാൻ എടുക്കണോ? പെയ്ഡ് പ്ലാൻ എടുക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ പ്ലാനുകളിൽ ചെയ്യാൻ പറ്റും. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഈ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. ആൾക്കാർ ചെയ്യോ, അതിട്ട് നോക്കിയാൽ കറക്റ്റ് അറിയാം ആൾക്കാർ ചെയ്യും. അത്രയും കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നിർത്താം. അതിപ്പോൾ ഞാൻ ഫുള്ളി മനസ്സിലാക്കും. കാരണം മില്യൺസിന്റെ ബിസിനസ് എടുക്കുന്ന കഫ്റ്റീരിയ ചെയിനാണ് മറ്റേ. അപ്പോൾ ഇപ്പം അങ്ങ് മനസ്സിലാവും 1 മാസം കൊണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തായാലും നമുക്കൊരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ കോസ്റ്റ് നമ്മുടെ അഗ്രിഗേറ്റേഴ്സിന് നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇത് ആ കോസ്റ്റ് അല്ല, അഗ്രിഗേറ്റേഴ്സിന്റെ കോസ്റ്റ് ഇപ്പുറത്ത് വളരെ കമ്മീഷൻ കൊടുക്കുന്ന കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എക്സ്ട്രാ കമ്മീഷൻ വരുന്നുണ്ട്. ആ കമ്മീഷൻ പ്ലസ് ഞാൻ പുതിയ റെസ്റ്റോറന്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൺസൾട്ട് ചെയ്യുന്നത്. അവർക്ക് 45% ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒന്നും നോക്കാതെ. എന്നിട്ട് കോമ്പറ്റീറ്റീവ്സ് ലിസ്റ്റ് എടുത്തു കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താ കോസ്റ്റ് നമുക്ക് കൊടുക്കുന്നില്ല, നമുക്ക് അത് വരുന്നുണ്ട്. പക്ഷെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പൊടി പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ആ പ്ലാറ്റ്ഫോം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഫുഡ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. ഒരു പല രീതിയിൽ കസ്റ്റമർ റിട്ടേഷൻ നോക്കുന്നുണ്ട്. ആ റിട്ടേഷൻ നോക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അവർക്ക് കൺവീനിയന്റ് ഉണ്ട്, അവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവും. അവര് മറ്റേ ഈ കളിക്കാരിലും മറ്റേ ഓഫീസ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ആ രീതിയിൽ എന്തായാലും ഒരു ഇൻഡിവിജ്വൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റാം. ഇവിടെ പാരഗൺ തന്നെ കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ കോവിഡിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് അത്ര ഫെയിലർ ആണ്. അവർക്ക് ഇതിലേക്ക് പോകാൻ പറ്റില്ല. ആ ആപ്പിന് തീരെ ഒന്നിനും പറ്റാത്തൊരു ആപ്പായിരുന്നു. അതാണ് ആപ്പ് തന്നെ ഒന്നിനും പറ്റാത്ത ആപ്പായി. അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് വീണ്ടും പാരഗണിൽ കയറി ഓർഡർ ചെയ്യണമെങ്കിൽ സെയിം കോസ്റ്റ് ഓർഡർ ചെയ്യാം. അങ്ങനത്തെ എനിക്ക് ആ റിമൈൻഡർ വരണം, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ മറ്റേത് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. സ്വിഗ്ഗിയിൽ ഞാൻ ഓർഡർ ചെയ്യുന്ന ബെനിഫിറ്റ് ഉണ്ടാവും. ഈ ബെനിഫിറ്റ് ഒക്കെ കൊടുക്കാനുള്ള പൈസ ഓൾറെഡി അഗ്രിഗേറ്റേഴ്സിന് കൊടുക്കുക. അല്ല, അതാ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ കോസ്റ്റ് വരും. കസ്റ്റമർക്ക് ആ ബെനിഫിറ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ആപ്പിൽ കയറി ഓർഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റേ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഹൈക്ക് കൊടുക്കേണ്ടി വരില്ല. കോസ്റ്റ് വരില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് ഹാർഡ്ലി യു മേ പേ $100 പെർ മന്ത്. അതായത് ആപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഓഫറാണ്. ഓഫർ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ ആപ്പിൽ ഹൈക്ക് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നേ. അല്ല, അതേ ഹൈക്ക് നമ്മൾ ഇതിന് കൊടുക്കണ്ട. നമുക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, കാരണം റിപ്പീറ്റഡ്ലി 5-10 തവണ ഇവരെ വാങ്ങിപ്പിക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ വാങ്ങൂല. കസ്റ്റമർ വാങ്ങിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കാലിക്കറ്റ് പരിവാർ ആപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓഫർ നോക്കി വാങ്ങിക്കുന്ന കസ്റ്റമർ അല്ല. കാലിക്കറ്റ് പരിവാറിന് കിട്ടണം.
അത് ഉണ്ടാവാൻ സാധ്യത. പക്ഷെ അതൊക്കെ നിങ്ങൾ ചെയ്താലേ മനസ്സിലുള്ളൂ. നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് യു ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യില്ല. എക്സിക്യൂട്ട് ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. യെസ് യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ്. സോ ഇതിനകത്ത് എനിക്ക് സലാം ഖാനത്ത് മാർക്കറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. സോ അതിനിപ്പം അല്ലേ അനിട്ടാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഇതിന് ആൻസർ എനിക്കറിയാം, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ സലാംക്ക് ഇപ്പോൾ കുറച്ച് എന്താ പറയാ ഫൗണ്ടർ റിലേറ്റഡ് കോണ്ടന്റ്സും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായൊരു മാറ്റവും അതിന് മുന്നേ എങ്ങനെയായിരുന്നുള്ളതും. അതായത് ഇപ്പോൾ ചില ഫൗണ്ടേഴ്സിനൊക്കെ ബ്രാൻഡിനെ ഫേസ് ആവാൻ ഏറ്റവും മടി, അതായത് അവരൊന്ന് മാറിയാൽ ട്രസ്റ്റിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ അവരെ തിരിച്ചറിയുന്ന സമയത്ത് അത് ഉത്തരവാദിത്വം കൂടും, അങ്ങനെ കുറെ ഡൗട്ട്സ് ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ ഇന്നത്തെ അതായത് ന്യൂ ജനറേഷൻ ഫൗണ്ടേഴ്സിന് പോലും അവരുടെ ബ്രാൻഡിന്റെ ഫേസ് ആവാൻ മടിയുള്ള സമയത്ത് വൈ യു ഓപ്റ്റ് ടു ബി എ ഫേസ്, പിന്നെ അത് ചെയ്തതിന് ശേഷമുള്ള ബെനിഫിറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വന്നിട്ടുണ്ട് അങ്ങനെ. അതില് നമ്മളെ എൻ്റെ ഫേസ് പരിചയപ്പെട്ടിട്ട് എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യം വന്നെന്താണെന്നറിയോ, എല്ലാരും എന്നോട് ചിരിക്കൂ. അതായത് എല്ലാരും എൻ്റെ പേര് വിളിക്കും. അപ്പൊ അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് അതിന് പരിചയം. പിന്നെ ചിന്ത ഒരു 5 മിനിറ്റ് അതിന്റെ മുകളിൽ പോയി. ഞാൻ കുറെ ചില ആൾക്കാർ പറയും, പിന്നെ എന്റെ കളി കണ്ടിട്ട് ചില ആൾക്കാർ ഞാൻ നിങ്ങളെ വീഡിയോ കണ്ട് കിട്ടുമെന്ന് പറയും. അതായത് എല്ലാരും അഭിസംബോധന ചെയ്യാം, സലാംക്ക സുഖമല്ലേന്ന് ചോദിക്കൂ. അവിടെ തന്നെ ഞാൻ കുഴങ്ങും, ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചില ആൾക്കാരുടെ മുഖം നമ്മളോട് മറന്നു പോയതുണ്ടാവുമല്ലോ. അങ്ങനെ അതൊരു നല്ലൊരു ബുദ്ധിമുട്ടാണ്. ഇത് സെയിൽസിന് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? ലൈക് ഫൗണ്ടർ സലാംക്ക് ഫേസ് ആയതിനു ശേഷം റെസ്റ്റോറന്റിൽ സെയിൽസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക് കുറച്ചുകൂടെ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ എന്തെങ്കിലും? ഉറപ്പാണല്ലോ. അപ്പൊ ആ ബെനിഫിറ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ സലാം ഖാനോ അല്ലെ ഷാൻ ഖാനോ അല്ല എല്ലാവരോടും ചോദിക്കുകയാണ്. ഇപ്പോൾ സലാം ഖാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫുഡ് വേസ്റ്റേജ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇത് ട്രാക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? റെസ്റ്റോറൻറ്റ് ഓണേഴ്സോ ഇത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ബെനിഫിറ്റ് ഉണ്ടോ? റീസെന്റ് ഒരു 2-3 വീക്സ് ആയി ഡെയിലി വരുന്ന ഈ ബാലൻസ് വരുന്ന ബിരിയാണി ആയാലും മന്തി ആയാലും അത് റൈസ് പീസ് എല്ലാം കൗണ്ട് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിന് 2 രീതിയിൽ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ള രീതിയിലും, പിന്നെ അതുപോലെ അതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്നുള്ള രീതിയിൽ 2 കോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിലെല്ലാവരും ഇതിനെക്കുറിച്ച് അവെയറായി എന്നുള്ളതാണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ്. സോ കുക്ക് ചെയ്യുന്നവരും പർച്ചേസ് ചെയ്യുന്നവരും എല്ലാവരും ഇന്ന ദിവസം നമുക്ക് ഇത്ര വേസ്റ്റേജ് വന്നിരുന്നത്. നമ്മളെ ഫസ്റ്റത്തെ വീക്കിൽ 60,000 ആയിരുന്നു ആക്ച്വലി അതിൻ്റെ വേസ്റ്റേജ് വന്നിരുന്നത്. അതായത് കോസ്റ്റ് ലാസ്റ്റ് വീക്കിൽ അതൊരു അറൗണ്ട് ഒരു ലെസ് ദാൻ 20,000 ഒരു 2 വീക്സ് കൊണ്ട് തന്നെ. അത് ആക്ച്വലി നമ്മളെ ആക്ച്വൽ കോസ്റ്റ് ആണ് വരുന്നത്, അല്ലാണ്ട് കസ്റ്റമർക്ക് വിൽക്കുന്ന റേറ്റ് അല്ല. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവെയർ ആകുക എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്യുന്നവരും കുക്ക് ചെയ്യുന്നവരും അതുപോലെ ഓണേഴ്സും. നമ്മളെല്ലാ വീക്കിലും ഒരു ഓണേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വരും. ഈ ഫിഗർ എല്ലാ വീക്കിലും നമ്മൾ ഷെയർ ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് സലാം ഖാനോട്. സലാം ഖാൻ ഒരു ട്രഡീഷണൽ ബിസിനസ് ഓണറാണ്. അപ്പം ന്യൂജൻ ആൻഡ് ട്രഡീഷണൽ ആണ് നമ്മുടെ ടോപ്പിക് ഉള്ളത്. അപ്പം F&B വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് അട്രീഷൻ റേറ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് പണിക്കാർ കൊഴിഞ്ഞു പോകും. അതായത് 4-ൽ 3 പേരും പിന്നെ ഒരു വർഷത്തിനുള്ളിൽ കൊഴിഞ്ഞു പോകുന്നത്. അതായത് 75% അട്രീഷൻ റേറ്റുള്ള ഒരു ഇൻഡസ്ട്രിയാണ് F&B. സോ നിങ്ങളെ ബിസിനസ്സിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി
ചെയ്യുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണ്? അതായത് ഒരു വർഷത്തിലല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് വന്നാല് രണ്ടാള് പോവുക. വർഷത്തിന് കണക്ക് നമ്മള് എടുക്കണ്ട, അത് ഒഴിവാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പോസ്റ്റിലുള്ളവനെ കൊണ്ട് മറ്റേ പണി എടുപ്പിക്കുക. പിന്നെ അത് തന്നെ ഏറ്റവും വലിയ ഞാൻ ചെയ്യുന്നൊരു പ്രാക്ടീസ്. എങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതായത് എല്ലാവരും വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ആകെ 2 പണിക്കാരെ വെച്ച് 3 സെക്ഷൻ ഓടിച്ചു. നേരത്തെ പറഞ്ഞ മാതിരി ആ 2 പണിക്കാരെ വെച്ച് 3 സെക്ഷൻ ഓടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മെനു കട്ട് ഓഫ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ 75% അട്രീഷൻ എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വേസ് മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ എന്നുള്ളത്. അല്ലാതെ നമുക്ക് അവർക്ക് ബെറ്റർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി അതല്ലെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ നിലനിർത്താനുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള ഏത് നാട്ടുകാരാണ്? നോർത്ത് ഇന്ത്യൻസ്. അവർക്ക് ഇതൊന്നും ബാധകമല്ല. ഇതില് അതായത് ഞാൻ ഇപ്പോ നിങ്ങള് 15 ദിവസം സാലറി നമ്മൾ വിചാരിക്കും 15 ദിവസം സാലറി ഒരു പ്രശ്നമില്ല, നാളെ രാവിലെ വരുന്നുണ്ടാവില്ല, അത് വാങ്ങാതെ പോകും. പഴയ മാതിരി ഒന്നുമല്ല. ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയാം. ഇവന് ഞാൻ 1000 രൂപ കൊടുക്കുന്നുണ്ട്, 30,000 രൂപ സാലറി. അപ്പോൾ അവരുടേതായ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ 35,000. അപ്പോൾ കണക്കൂട്ടുന്ന ഒരു മാസം 5,000 കിട്ടി. അത് തുടർച്ചയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് 15,000 ആണെങ്കിൽ 3 മാസം പണിയെടുത്താൽ 15,000 കിട്ടിയില്ലേ? പിറ്റേന്ന് പോയി 15 ദിവസം ശമ്പളം ഒരു വേണ്ട. ഓരോ 3 മാസം അവിടെ പണിയെടുത്താൽ 15,000 എനിക്ക് കിട്ടും, എൻ്റെ 30,000 കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടോ 5,000 രൂപ മാസം കൂട്ടി കിട്ടും. അപ്പോൾ 15 ദിവസത്തെ ശമ്പളം ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഒരു പോണ്ടി നിങ്ങൾ പോയിക്കൊണ്ടേക്കും. അവർക്ക് ഫെസിലിറ്റി ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഓക്കെ. അപ്പം സ്റ്റാഫ് പോകുന്ന സമയത്ത് പകരം ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിക്ക് ഉപയോഗിക്കുന്ന സോഴ്സസ് എന്തൊക്കെയാണ്? ഞാൻ അവരെ തന്നെ, ബാക്കിയുള്ളവരുണ്ടാവില്ല, ബാക്കിയുള്ളവരെ അത് റെഫറൻസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബാക്കിയുള്ള പണിക്കാരെ ഇതേമാതിരി തന്നെ നോർത്താരും കാര്യമുള്ള അവരെ ഇതേമാതിരി അവർക്കുണ്ടാവില്ല വാട്സപ്പ് ഗ്രൂപ്പ്. അവരിലൂടെ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അവരെ ഫ്രണ്ട്സിന്റെ ഇടയിലും അറിയിച്ച് റെഫറൻസിലൂടെ ആൾക്കാരെ എഴുതുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ഓണർ നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ അകത്ത് ഫുൾ ടൈം ഉണ്ടാവുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റും നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സിലോട്ടേക്ക് വരുന്നത്. പഴയ പോലെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അതിൽ തന്നെ കാലാകാലം ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള ബ്രെഡ് വിൻ ചെയ്യാന്നുള്ള ഇന്റൻഷനിൽ ന്യൂജൻ ആരും ഇപ്പം ബിസിനസ് ചെയ്തില്ല. സോ അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഓണർ നിന്നിട്ടുള്ള ഒരു ബിസിനസ്സിൽ കസ്റ്റമർക്ക് എന്താണോ കിട്ടുന്നത് അത് ഓണർ ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഷാനോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ റെസ്റ്റോറൻറ്റ് എടുത്തില്ല. എനി ബിസിനസ് ഓണർ ഇല്ല, ഒരു ബിസിനസ് ഓണറില്ല. അതായത് ഒരു ഓണർ എടുത്തുനിന്ന് കസ്റ്റമർക്ക് എന്താണോ കിട്ടുന്നത്, ഐ മീൻ ദേ ആർ ഗെറ്റിംഗ് സംതിങ് ഇമോഷണലി സൈക്കോളജിക്കലി, അത് ഒരു ഓണർ ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഓക്കെ, ഞാൻ റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ഒരു 3 to 5 years എന്തായാലും ഓണർ നിന്ന് തന്നെ നടത്തണം. എന്നാലേ നമുക്ക് അടുത്ത ഒരു ലീഡർഷിപ്പ് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ വിടണം. വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ, നമ്മളെ ലീഡർഷിപ്പ് ടീം ഉണ്ടാക്കിയ ലീഡർഷിപ്പ് ടീം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തും, ജസ്റ്റ് ലീവ് ഇറ്റ് ടു ദം. അങ്ങനെ ആ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാലാകാലം ആ ഒരു ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ലോക്കായി പോകും. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ് സോ ഫാർ. ഓക്കെ ആണ്. അപ്പം നമ്മളെ ഒരുവിധം നമ്മൾ 100% അല്ലെങ്കിലും ഒരു 70-80% അവർ എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷെ ആദ്യത്തെ ഒരു 3 to 5 years വി ഹാവ് ടു ബി ദർ. ദിസ് ഇസ് വാട്ട് ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനമാണ്. പക്ഷെ പണ്ട് അന്നത്തെ കാലത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം മക്കളെ കിച്ചണിൽ ഇട്ടിട്ടാ പഠിപ്പിക്കും. കാരണം കിച്ചണിൽ ഇട്ടിട്ട് വേണോ വേണ്ടെന്ന് അപ്പൊ തീരുമാനിക്കാനുള്ള സമയം കിട്ടും. പൊറോട്ട Correct. കിച്ചണിൽ ക്ലീനിങ്ങും പ്ലേറ്റിങ്ങും ഒക്കെ എന്നോട് അങ്ങനെ പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. കറക്റ്റ്. മറ്റേത് എന്താ വെച്ചാൽ ആദ്യം ഇപ്പം ഉള്ള ആളുകൾ എന്താ വെച്ചാൽ ആദ്യം ഇന്റീരിയർ ഫ്രണ്ട് കൂടെ ആയിരുന്നു. ലോഗോ ബ്രാൻഡിങ് അതെന്താണെന്നറിയോ, എൻ്റെ സാഗറില് മൂപ്പര് ആദ്യം കൊടുക്കുന്ന ഒരു സംഭവം എന്താ, കുട്ടി കളിക്കാൻ ഹോട്ടലിൽ വന്നാൽ ഒരു ബോർഡ്, ഏത് മൈദ പൊറോട്ടൻ്റെ ബോർഡില്ലേ ആദ്യം പിടിച്ച് വെക്കുന്നത്, അത് വെറുതെ അത് ഞെവടി കളിച്ചാൽ വേണ്ടിയില്ല കളിക്കട്ടെ ചോദിച്ചു. അതിനെക്കൊണ്ട് എന്താ എൻ്റെ അളിയന്മാരൊക്കെ എല്ലാവരും എല്ലാ പണിയെടുക്കുമല്ലോ. പാപ്പാൻ്റെ അവിടെ നിന്നിട്ട് എല്ലാ പൊറോട്ട ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോളും. അത് അവർ ചെറുപ്പത്തിലെ അവരെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ എല്ലാ ഡിഗ്രിയും എല്ലാ ബിടെക്കും, ഒരാൾ ബിടെക്കാണ്, ഒരാൾ സ്വിറ്റ്സർലാൻഡിൽ പോയി ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് എല്ലാ പണിയും കഴിയും. അപ്പോൾ നീ പറഞ്ഞത് നമ്മൾ പിന്നെ താല്പര്യം ഉണ്ടാകുന്ന സ്വന്തം നമ്മൾ കാണുന്ന സാധനങ്ങളില്ലേ, ഡെയിലി നമ്മൾ കാണുന്നത്, അതായത് നമ്മൾ വാപ്പാരതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരതാണല്ലോ നമ്മൾ കാണുക. അതിനോട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കച്ചവടക്കാരൻ മോന് അധികവും കച്ചവടക്കാരനായിരിക്കും. ഒരു കഥ എനിക്ക് താല്പര്യം എന്നുവെച്ചാൽ അവർ കാണുന്ന അതാണ്. കണ്ടായിട്ട് ഇൻട്രസ്റ്റ്. അത് ഡോക്ടർമാരത് നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരതൊക്കെ ഡോക്ടറായിരിക്കും. അതിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല കേട്ടോ പറഞ്ഞു, കുറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. പെർസെൻറ്റേജിൽ ഏറ്റവും കൂടുതൽ വക്കീൽമാരെ മക്കൾ വക്കീലായിരിക്കും, ഡോക്ടർമാരെ മക്കൾ ഡോക്ടർമാരായിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ എക്സ്പീരിയൻസ്. ഇവർ കാണുന്നതും കണ്ട എക്സ്പീരിയൻസ്. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ സിനിമ കാണുന്ന നേരം വരെ നമ്മൾ ചെറു പ്രായത്തിൽ കാണുന്നതിന് ഭയങ്കര ഇതായി. ഞാൻ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ട് എൻ്റെ തലയിൽ കയറി എന്താണെന്നറിയോ, തോക്കായിരുന്നു. സത്യ, ഞാൻ പറഞ്ഞ സത്യ. എനിക്കതില്ലേ മോഹൻലാലിന്റെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് മനസ്സ് കുറിച്ചിട്ടാ എനിക്ക് ഏറ്റവും അത് വാങ്ങണം. വാങ്ങി. കാണണോ? അപ്പൊ അത് നമുക്ക് ഓരോന്ന് കാണുന്ന സമയത്ത് ലൈസൻസാ അങ്ങനത്തെ സാധനമാണ് ഞാൻ പബ്ലിക്ക് പറയില്ലല്ലോ. എന്തെന്നാണ് പിന്നെ അങ്ങനെയും വേണേ പറയാം. അങ്ങനെ വേണമെങ്കിലും പറയാം. വിചാരിച്ചോളി, വേണ്ട പോലെ വിചാരിച്ചോളി. പണിക്കാർക്ക് നിങ്ങൾ AK-47 ഉണ്ടെങ്കിലും ഒരു നമ്മളെ വേണ്ടിയില്ല. പിന്നല്ലേ ചെറിയൊരു തോക്ക്. അവസാനം ഒരു ഒറ്റ ക്വസ്റ്റ്യനോട് സമയം നമുക്ക് ഏകദേശം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാനും ഫുഡൊക്കെ റെഡിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നമ്മളത് ഇഷ്യൂണ്ട്. എന്റെ ക്വസ്റ്റ്യൻ സലാംഖാനോടാ. സലാംഖ് ഇപ്പൊ ഓൾറെഡി സാഗർ റെസ്റ്റോറന്റില് ഫാദർ ഇൻലോടെ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വെന്റ് ഒപ്പാർന്നു മനസ്സിലായി എനിക്ക് ആ കഥയില്. സോ നമുക്ക് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ഫാമിലി ബിസിനസ്സിൽ ഇപ്പൊ റോൾ എങ്ങനെ അസൈൻ ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഫാദറിലോ ആവട്ടെ ഫാദർ ആവട്ടെ, എങ്ങനെ നമുക്കിപ്പോ ഫാമിലി ബിസിനസ് ആകുമ്പോ കുറെ പേഴ്സണൽ ഡ്രോയിങ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ തന്നെ കടയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് തന്നെ ചിലപ്പോ കുറച്ച് മിസ്ലീനിയസ് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ സലാംബാക്ക് മരുമോനുണ്ടോന്ന് എനിക്ക് ഇനി അറിയില്ല. ഇപ്പൊ സപ്പോസ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഫാമിലി ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇല്ല അല്ല ഒരു സിറ്റുവേഷൻ പറയണേ ഞാൻ. ഓക്കെ, സിനാരിയോ ഞാൻ പറയണേ. അപ്പോ എങ്ങനെയായിരിക്കും അതൊന്ന് മാനേജ് ചെയ്യണേ? ആ ഫാമിലി ബിസിനസിന്റെ ട്രേഡ്സും ഇത് എങ്ങനെയായിരിക്കും താല്പര്യപ്പെടുന്നവங்க? എനിക്ക് ഒന്നുകൂടി ചോദ്യം ഒന്നുകൂടി ചോദിക്കാവോ? അതായത് ഇപ്പൊ ഓൾറെഡി ഫാദറിലൂടെ കീഴിലാണോ എങ്ങനെയാ വർക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ക്ലിയർ കീഴിലാണ്. ഓക്കെ, സോ അത് ഓൾ ജനറേഷൻ ബിസിനസിന്റെ ഒരു ഇതായിരുന്നു, ഒരു റിമാർക്കാണ് കോഴിക്കോടുള്ള. അതെ.
സോ ഇപ്പോ ഐം ഗിവിങ് ഒരു സിനാരിയോ തരുക. വേറൊരു ഫാമിലിയിൽ ഒരാള് നമുക്ക് വളരെ ബ്ലഡ് റിലേറ്റഡ് ഉള്ള ആളെ ബിസിനസ്സിലോട്ട് വരിക. അപ്പോ ഫാദറിലോ താങ്കൾ നിങ്ങൾ ഒരു റാപ്പ് ഉണ്ടാവില്ല നിങ്ങൾ തമ്മിലുള്ള, നിങ്ങൾ ബിസിനസ് ചെയ്ത രീതി. സോ പുതിയ ജനറേഷന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് നമുക്ക്? നിങ്ങൾ എങ്ങനെ നിങ്ങളെ മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതായത് അത് വല്ലാത്തൊരു ചോദ്യമാണ്. എന്താണെന്നറിയോ, ഇപ്പൊ ആലോചിച്ചോളി. ഇപ്പോഴത്തെ മക്കളിൽ അങ്ങനെയാണെങ്കിൽ മതി. അങ്ങനെയല്ല, കിട്ടിയതല്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ കുറെ പഠിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്റെ മക്കൾ എന്റെ കൂടെ കിട്ടുന്നില്ല. എന്റെ മക്കൾ എന്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പോ ഒന്നാമത്തെ അതിനൊരു കാരണം എന്താ വെച്ചാല് അത് നിൽക്കാതെ അവർക്ക് ഫ്രീ ടൈം കൂടുതൽ വേണം. നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ ഫുൾ ടൈം ഇതിന്റെ പിറകാളുള്ളത്. അപ്പോ ഈ വേറെ അതിൽ ഇങ്ങനെ മക്കൾ വരുന്നേരോ ഞാൻ എന്താ അതിനൊരു ഉത്തരം പറയാ ആലോചിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പൊ ഈ ഓണർ ഓറിയന്റഡ് സലാമ കടയിൽ ഉണ്ടാകുമ്പോ അതിന്റെ ഫേസ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും സാഹചര്യത്തില് ഇതൊന്ന് സ്കെയിൽ അപ്പ് ചെയ്യാൻ ഔട്ട്ലെറ്റ്സ് കൂട്ടണമെന്ന് സലാമക്ക് തോന്നിയിട്ടുണ്ടോ? നടക്കൂല. എന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് നടക്കൂല. പക്ഷെ സജ്ജാദ് ഖാൻ പോലുള്ള ഒരു 4 റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ഒരു ഫേസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം തുടങ്ങുന്നുണ്ട്. അതെനിക്ക് അതിന് വിഷനുണ്ട്. ഒരു 2 വർഷത്തിൽ ഒരു 5 ഔട്ട്ലെറ്റ് ആക്കി കൊണ്ടുവരണം നോക്കാം, അതിനെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഞാൻ നിലവിൽ ചെയ്യുന്നതിന് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ബുദ്ധിക്ക് അത് ചിന്തിച്ചിട്ടെത്തുന്നില്ല. അതിന് കണക്ക് കുറച്ച് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ അവസരം കിട്ടിയില്ലേ? ഏത് ടൈപ്പ് ഓഫ് റെസ്റ്റോറന്റ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുതാണോ വലുതാണോ മീഡിയം ആണോ ഏറ്റവും ചെറുത്? ഒരു മെനു ആണോ 2 മെനു ആണോ 10 മെനു? 10 മെനുവില് ചെയ്യുന്ന എത്ര സീറ്റ് അങ്ങനെയൊക്കെ ഒരു 40 സീറ്റ് മാക്സിമം. 40 സീറ്റ്സ്. പണിക്കാരെ എത്ര പണിക്കാരെ വെച്ച് പോയാൽ മതി? ഒരു പണിക്കാരില്ലെങ്കിൽ ഒരു 10 പണിക്കാരെ ചോള ഏഴാണ് എന്റെ മനസ്സിലുള്ളത്. അങ്ങനത്തെ ബിസിനസ് മോഡൽ എല്ലാം ആലോചിച്ച് വെച്ചില്ലേ? എത്ര ഫാസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ടേബിൾ റൊട്ടേഷനും സ്ഥലം എടുത്തില്ലേ? അത് വേറെ. അത് വേറെ. മെനു എന്തായിരിക്കും? മെനു ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെ എന്ത് മെനു ആയിരിക്കും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കണത്? നോൺ വെജ് തന്നെ. ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ അല്ല. അതായത് നമ്മളിപ്പോ കോമൺ കാണുന്ന ബ്രോസ്റ്റ് മാതിരിയുള്ള ഫ്രൈഡ് അല്ല. ഞാൻ 45-ൽ നിൽക്കണം. അങ്ങനെ ഞാൻ അതിന്റെ മുകളിലോട്ട് പോകരുത്. ഈവൻ 10% താഴെയാന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടും എൻഡ് ഓഫ് ദ ഡേ വി ആർ ലക്കി ഫോർ മണി അല്ലെ? നമുക്ക് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ കിട്ടും. അപ്പം ഈ റെസ്റ്റോറന്റ് ഫീൽഡിൽ ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ 6%, 4% ഒക്കെയാണ് കിട്ടുന്നവർക്ക് തന്നെ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ അത് ഇംപ്രൂവൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം 600 സ്ക്വയർ ഫീറ്റ് ഞാൻ കാണുന്നതാ. അതിൽ സെൽഫ് സർവീസ് ആയിരിക്കണം ഞാൻ കാണുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടാട്ടോ. നിങ്ങൾക്കൊക്കെ അതിൽ ഞാൻ ഈ സെൽഫ് സർവീസ് ആയിരിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റാ. ഓപ്പൺ കൗണ്ടർ ആയിരിക്കണം. ഓപ്പൺ കൗണ്ടർ, ഓപ്പൺ കിച്ചൺ, 10 ചോടെ പണിക്കാര്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ സത്താരയൊക്കെ ചെയ്യുന്ന പോലെ അത് കറക്റ്റ് SOP റെഡി ആക്കണോ? നിങ്ങൾ 10 ഡിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് 10 സമയത്ത് ആകരുത് കസ്റ്റമർ എടുക്കേണ്ടി വരിക. രാമേശ്വരം ഒരാള് 5 ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ഒരുമിച്ച് കൊടുക്കണം കസ്റ്റമർ. ഇത് തിന്നുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കസ്റ്റമർക്ക് എണീച്ച് പോയിട്ട് എടുക്കാറ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത 5 ഡിഷ് എടുക്കാൻ 5 വട്ടം പോകണം. അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴും അതിന് ചെയ്യാന്നുള്ളത്. മെനു കുറയ്ക്കണം.
കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 25 മുതൽ 32 വരെ. എന്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചിട്ട് അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ തുടങ്ങുന്ന നേരത്ത് ഒന്നല്ല തുടങ്ങും, ഒന്നിനുള്ളല്ല പ്ലാൻ ചെയ്യാം. നമ്മൾ 10 എണ്ണാവുന്ന നേരം നമ്മുടെ ഫുഡ് കോസ്റ്റും കുറയും. പർച്ചേസ് കൂടും. എന്താ നമ്മൾ ഒരു മാസ്റ്റർ കിച്ചൺ ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആകുന്ന സമയത്തുള്ള ഒരു മാറ്റം. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പൊ സൗത്ത് ഇന്ത്യൻ കുസീൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുസീൻ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സും ഒക്കെ സലാക്ക പറയുന്നത് 45 ഇല്ലേ, അതെന്ന് പറയുന്നത് ബെസ്റ്റ് ആണ്. ഈവൻ 55 ഇപ്പം കിട്ടൂല. ഇപ്പോഴത്തെ സെനറിയോ പറയാനേ പാടില്ല. ഈവൻ ടൊമാറ്റോയും സ്വിഗ്ഗിയിലൊക്കെ നമുക്ക് കമ്മീഷൻ കൊടുത്ത് വിറ്റാലും മാർജിൻ ഉണ്ടാവും. നമ്മൾ ഈ 55-60% ഫുഡ് കോസ്റ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് നടക്കുന്ന കേസല്ല. ഈ ടൊമാറ്റോ കയ്യിൽ സിക്കിയാലും ഒരു പരിപാടി നടക്കില്ല. നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കളക്റ്റീവായിട്ടുള്ള സ്ഥിതിക്ക് ഈ ഒരു വിഷയം ഒന്ന് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുകയും ആ രീതിയിലുള്ള കോൺസെപ്റ്റുകൾ ചിന്തിക്കാൻ വേണ്ടിക്ക് എൻകറേജ് ചെയ്യുന്നതാണ് എനിക്കൊരു സജഷൻ ഉണ്ട്. അല്ല, ഇനിയുള്ള കാലത്ത് ഇങ്ങനെ ഞാനും നിങ്ങളും പറഞ്ഞ നമ്മളൊക്കെ പറയുന്ന കാര്യമല്ലേ, ഞാനീ പറഞ്ഞ മാതിരിയുള്ളതേ നടക്കൂ. അല്ലാത്തത് നടക്കൂ. എങ്ങനെ വലുതും നടക്കൂ. 5000 സ്ക്വയർ ഫീറ്റ് നടക്കും മന്തിമാതിരി. അതായത് അങ്ങനത്തെ സംഭവം നടക്കും. അത് മെനു മന്തി, ബീഫ് ഉണ്ടാവും, മട്ടൺ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, അവിടെ കഴിഞ്ഞല്ലോ. അപ്പോൾ അല്ലാത്ത ഒക്കെ ഏറ്റവും ചെറുതാവുക. പിന്നെ ആൾക്കാരൊരു മൈൻഡ് എന്താണെന്നറിയോ, ഇപ്പം പൊതുവെ കുറച്ചൊരു ഫൈനാൻഷ്യലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്, യുദ്ധവും ബാക്കിയൊക്കെ. അപ്പം ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വില കുറഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഒരു ഫൈൻ ഡൈൻ ആകുന്നേരം വില കൂടുമല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ അത് കട്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് മന്തി പിന്നെ ഒരു ഓപ്ഷൻ അതാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നൊരു ഓപ്ഷൻ. എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കുക, അൺലിമിറ്റഡ് കഴിക്കുക. എങ്ങനെ വന്നാലും ഒരു നല്ലൊരു മന്തി ഷോപ്പ് പോയാലും ഒരു എന്താ പറയുക 800-850 റുപ്യ ഡിവൈഡ് 4-5 ആണെങ്കിൽ എത്ര പൈസ വരും? അതല്ല, നമ്മളിപ്പോൾ ഒരു ആവറേജ് ഉള്ള മന്തി പോവാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആര് എന്ത് തുടങ്ങുകയാണെങ്കിലും അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ചിന്തിക്കുക എങ്ങനെ ഒരു വർഷം പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ നന്നായിട്ട് പഠിക്കണം. എന്ത് തുടങ്ങാൻ നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് അതിന് ഏറ്റവും സ്പീഡ്. മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും തവക്കൽ അല്ലാഹ്. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല, വേഗം തുടങ്ങും. മലപ്പുറമാണ്, വാശിയാണ്. ഓം 100 വിൽക്കുന്നേരം 90 വെക്കൂ, മറ്റേ അതിന്റെ പിറകെ ഇരുന്നാലും 50 വെക്കൂ. എല്ലാരും ബുക്കിംഗ് ചെയ്യും. അപ്പൊ ഇപ്പത്തെ ഈ ഒരു സമയം ഞാൻ എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 2029 വരെ ഇതിങ്ങനൊക്കെ തന്നെ പോകും. മറ്റേ ട്രംപും ഇറാനും കൂടി ആ ഒപ്പിട്ടുകൊണ്ട് പഴയ മാതിരി എന്തായാലും ആവില്ല. നമ്മളിപ്പോൾ ഈ യുദ്ധം വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു കാലം ഉണ്ടല്ലോ, അത് തിരിച്ചു വരണമെങ്കിൽ മിനിമം ഒരു 3 കൊല്ലം കഴിയും. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് കുറഞ്ഞിക്കോ, അല്ല നിങ്ങളെന്നു പറയാ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കൂടിയിട്ടൊന്ന് കുറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, ഒന്നും കുറയില്ല. അല്ല, കട്ട് ചെയ്ത് പഠിച്ചല്ല, ഇതെല്ലാം ആർക്ക് ഗുണം? നമ്മള് ഗവൺമെന്റിനോ നമ്മളെ നാട്ടുകാർക്കൊന്നും ഗുണമില്ലല്ലോ. ഇതിന്റെ ഒക്കെ ബാക്കോട്ട് പോയാൽ വേറെ അങ്ങനല്ല. അല്ല, ഞാൻ നിർത്തായിട്ടല്ല. പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത്രയും പറയാനുണ്ട്. നമ്മളിതൊരു 4-5 ദിവസം പരിപാടിയായിട്ട് ഒരു റിസോർട്ടിൽ എടുത്തു കഴിഞ്ഞാലും നമ്മളെ വർത്താനങ്ങൾ തീരൂല. കാരണം എല്ലാരും ഓരതായ മേഖലയിൽ ഇങ്ങനെ നിന്നെ കുറച്ച് പൊക്കി നിർത്തിയാലേ ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ എവിടെയാ പ്ലാറ്റ്ഫോമിലായിട്ടാ ആദ്യം ഒരു ഡാർക്ക് സീൻ അത് സെറ്റ് ആയില്ല, കോണ്ടെക്സ്റ്റ് കറക്റ്റ് ആയില്ല.
ഞാൻ ഇതിന്റെ മോളിൽ ഞാൻ കയറ്റിയിരുത്തിയാല് അത് പോയി, ആ പോയി. ഫ്ലോ പോയി. അല്ല നമുക്ക് അതാ വേണ്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവാന്നുള്ളത്. അപ്പൊ മീറ്റപ്പിൽ ഇന്ന് ദൂരെ നിന്ന് വന്ന ആൾക്കാരുണ്ട്, അടുത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാരും ചോദിക്കും എന്താണ് കമ്മ്യൂണിറ്റിന്ന് എനിക്ക് കിട്ടുക എന്നോട് ചോദിക്കും കമ്മ്യൂണിറ്റിയിൽ കയറുമ്പോൾ. അപ്പൊ ഞാൻ പറയും കിട്ടലല്ല, നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കലല്ല, എടുക്കലാണ്. നിങ്ങൾക്ക് എന്താണോ കമ്മ്യൂണിറ്റി അത് നിങ്ങൾ എടുക്കലാണ്. ഈ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന ഒരു ബിസിനസ്സിനോ ലാഭത്തിനോ നഷ്ടത്തിനോ ഞാനോ എന്റെ ടീമോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആരും ഉത്തരവാദികളല്ല. ഇവിടെ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇതൊരു കമ്മ്യൂണിറ്റിയിൽ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്വഭാവ സർട്ടിഫിക്കറ്റോ ഓരോ നോക്കിയിട്ടല്ല. ഓരോ ബ്രാൻഡ്, അവർക്കൊരു ബ്രാൻഡ് ഉണ്ട്, FNB-യിലാണെന്ന് ഉറപ്പ് വരുത്തും, അല്ലെങ്കിൽ FNB ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും, എന്നിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പം മീറ്റപ്പിന് വരുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഇവിടുന്ന് ഞാനൊന്നും കൊടുക്കലല്ല, നിങ്ങൾ ഇവിടുന്ന് എടുക്കലാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടിയത് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ എടുക്കലാണ്. നെറ്റ്വർക്ക് ആയിക്കോട്ടെ, കണക്ഷൻസ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾ എടുക്കലാണ്. ഞാൻ എന്നെ വിളിച്ചിട്ട് മോനെ എടുക്കുന്ന ലൈക്ക് അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. അതിനാണ് ശരിക്കും മീറ്റപ്പ്. അപ്പം എല്ലാവർക്കും മീറ്റപ്പിന്റെ കോർ എന്ന് പറയുന്നത് അതാണ്. അതെല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഫുഡ് റെഡിയാണ്. അപ്പം ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ നിസ്കരിക്കാൻ പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭയങ്കര വിശക്കുന്ന ആൾക്കാർ നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നിസ്കരിക്കാനുള്ള നിസ്കരിക്കാനുള്ള സ്ഥലം കുറച്ച് കുറവാണ്. അപ്പൊ അവിടെ പോയി വെറുതെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ഫുഡ് കഴിച്ചിട്ട് ഭക്ഷണം എന്നോട് അങ്ങനെ ചെയ്യാം. ഒന്നും കഴിക്കാതെ പോണത് വെറുമായിട്ടില്ല കാക്കേ ബ്രഞ്ച് ഇത് ബ്രഞ്ച് ഹോസ്റ്റൽ ലഞ്ച്